നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ സുവിശേഷവും അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. ഈശോ നയിക്കുന്നതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകണം. നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എൻ്റെ കർത്താവിൻ്റെ ശക്തി വലുതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ശക്തി അത്ര വലുതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്ന സുവിശേഷങ്ങളുടെ എല്ലാം പ്രത്യേകതയെക്കുറിച്ച് പൗലോസ്ലിഹ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പൗലോസ്ലിഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 15-ാമത്തെ അധ്യായം നമ്മൾ കേൾക്കുന്ന സുവിശേഷം, അതിപ്പോൾ ഈ ഒരു ശുശ്രൂഷയിലോ നമ്മളൊരു വചന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്ത് വായിക്കുമ്പോഴോ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴോ നമ്മുടെ പേഴ്സണൽ ബൈബിൾ വായനയിലോ ഒക്കെ നമ്മൾ കേൾക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പൗലോസ്ലിഹ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. 1 കൊറിന്തോസ് 15 അതിൻ്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കുക. സഹോദരങ്ങളെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം. നല്ല ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യുന്നതുമായ സുവിശേഷം. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ കേൾക്കുന്ന ഈ സുവിശേഷത്തിന്റെ പ്രത്യേകതയാണ് ഈ പറഞ്ഞത്. ഒന്ന്, നമ്മൾ സ്വീകരിക്കുന്നതാണ്. നമ്മളിത് സ്വീകരിക്കുന്നുണ്ടല്ലോ. ഈ വചനം നമ്മൾ സ്വീകരിക്കുന്നു. ഇത് കർത്താവിൻ്റെ വചനമാണ്, ജീവനുള്ള വാക്കാണ്. നമ്മളിത് വിശ്വസിക്കുന്നു, നമ്മളിത് സ്വീകരിക്കുന്നു. 2, ഈ വചനം, ഈ സുവിശേഷം തന്നെയാണ് നമ്മുടെ അടിസ്ഥാനവും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. 3, ഈ സുവിശേഷമാണ് നമുക്ക് രക്ഷ നൽകുന്നത്. 3 കാര്യങ്ങൾ മറന്നു പോയേക്കരുത്. നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ഗ്രന്ഥം, നമ്മൾ ധ്യാനിക്കുന്ന വചനങ്ങൾ, നമ്മൾ കേൾക്കുന്ന സുവിശേഷം, 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നു. 1, അത് നമ്മൾ സ്വീകരിക്കുന്ന കാര്യമാണ്, നമുക്കത് നൽകപ്പെടുന്ന സുവിശേഷമാണ്, നമ്മൾക്ക് അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന സുവിശേഷമാണ്, നമുക്ക് രക്ഷ നൽകുന്ന സുവിശേഷമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സ്വീകരിച്ച സുവിശേഷം. അതിൻ്റെ 1-ാമത്തെ ഭാഗം ഒന്ന് ചിന്തിക്കണം. നമ്മൾ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം അതിൻ്റെ 1-ാമത്തെ അധ്യായം 11-12 വാക്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അവൻ തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ കേൾക്കുന്ന എല്ലാ സുവിശേഷവും ഒരാളെക്കുറിച്ചാണ്. ആരെക്കുറിച്ചാണ്? ഈശോയെക്കുറിച്ച്. നമ്മൾ കേൾക്കേണ്ട സുവിശേഷം, നമ്മൾ വിശ്വസിക്കേണ്ട സുവിശേഷം, നമുക്ക് രക്ഷ നൽകുന്ന ഏക സുവിശേഷം ഈശോ. പറഞ്ഞേ ഹല്ലേലൂയ. ആ ഈശോ നമ്മുടെ അടുത്തേക്ക് വരുന്നു. സ്വർഗത്തിന്, സഭയ്ക്ക്, നമ്മളെക്കുറിച്ച് ആരെക്കുറിച്ചും ഈ സങ്കടം ഉണ്ടാവരുത്. യോഹന്നാൻ 1:12 അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, അവർ അവനെ സ്വീകരിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പഴി, ആ സങ്കടം തിരുസഭയുടെ പ്രിയപ്പെട്ട മക്കളായ നമ്മൾ, ഈശോയെ ആരാധിക്കും നമ്മൾ, ഈശോ വിശ്വസിക്കും, നമ്മളെക്കുറിച്ച് ഉണ്ടാവരുത്. നമ്മുടെ അടുത്തേക്ക് വരുന്ന ഈ സുവിശേഷം നമ്മൾ സ്വീകരിക്കണം, വിശ്വാസത്തോടെ സ്വീകരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. 2, ഈ വചനമാണ് നമ്മുടെ അടിസ്ഥാനം. പൗലോസ്ലീഹ തന്റെ കൊറിന്തോസുകാർക്ക് കത്തെഴുതുന്ന സമയത്ത് 1-ാമത്തെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ അടുത്തേക്ക് വരുന്ന സുവിശേഷം, നമ്മൾ സ്വീകരിക്കുന്ന സുവിശേഷം ഈശോയാണ്. നമ്മുടെ അടിസ്ഥാനമായി നിൽക്കുന്നതും ഈശോയാണ്. അതല്ലാതെ മറ്റൊരു അടിസ്ഥാനം നമുക്കില്ല. 3, ഈ സുവിശേഷം നമുക്ക് രക്ഷ നൽകുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ കാണും. സ്വർഗത്തിലോ പാതാളത്തിലോ ഭൂമിയിലോ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആരുടെ നാമമല്ലാതെ? ഈശോയുടെ നാമമല്ലാതെ. നമ്മുടെ പൗലോസ്ലീഹ വീണ്ടും റോമാക്കാർക്ക് 1-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 11-12 വാക്യങ്ങളിലൊക്കെ 17 മുതലുള്ള വാക്യങ്ങളിലൊക്കെ ഇങ്ങനെ പറയും, ഇത് രക്ഷയുടെ സുവിശേഷമാണ്. ആദ്യം യഹൂദർക്കും പിന്നെ ഗ്രീക്കുകാർക്കും, ഈശോയെ അറിഞ്ഞവർക്കും ഈശോയെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും അവിശ്വാസിക്കും ഈശോയെ തള്ളിപ്പറയുന്നവന് പോലും ഇത് രക്ഷയുടെ സുവിശേഷമാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ രാത്രി നമ്മൾ കേൾക്കുന്ന ഈ സുവിശേഷം നമ്മൾ സ്വീകരിക്കുന്നു. ഇത് നമ്മുടെ അടിസ്ഥാനമായി മാറുന്നു. ഇത് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നു. ആ സുവിശേഷം ഒരു വ്യക്തിയാണ്, ആ സുവിശേഷം ദൈവമാണ്. ആ വ്യക്തിക്ക്, ആ ദൈവത്തിന് ഒരു പേരുണ്ട്, ഈശോ. പറഞ്ഞേ ഹല്ലേലൂയ. ആ ഈശോയാണ് ഇന്ന് ഈ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ, നിങ്ങളുടെ സങ്കടങ്ങളിലോ നിങ്ങളുടെ ഇരുട്ടുകളിലോ നിങ്ങൾക്ക് പ്രകാശമാകാൻ പോകുന്നതും നിങ്ങളെ ശക്തിപ്പെടുത്താൻ പോകുന്നതും ആ ശക്തി തൻ്റെ ദാസർക്ക് പകർന്നു നൽകാൻ പോകുന്നതും ഈശോയാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. നമ്മൾ ഈ സുവിശേഷത്തെ കുറിച്ചാണ് നമ്മൾ പ്രത്യേകിച്ച് ക്രിസ്മസ് കാലത്തൊക്കെ ചിന്തിച്ചൊരു വചനമാണ്, അല്ലെങ്കിൽ നമ്മുടെ യൂഷ്വൽ റീഡിങ്ങിലൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു വചനമാണ്. ലൂക്കാ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ. ദൂതൻ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ് സുവിശേഷത്തെക്കുറിച്ച്. നമ്മൾ ഈ കേൾക്കുന്ന ഈ സുവിശേഷം, നമ്മൾ സ്വീകരിക്കുന്ന ഈ സുവിശേഷം, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഈ സുവിശേഷം, അത് കേട്ട ആട്ടിടയന്മാരോട് ദൂതന്മാർ ഇങ്ങനെയാണ് പറയുക. ലൂക്കാ 2 അതിൻ്റെ 10-11 വാക്യങ്ങൾ. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു.
എന്ത് സദ്വാർത്തയാണ്? വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. നമ്മൾ കേട്ട സുവിശേഷം സ്വീകരിച്ചതും നമ്മുടെ അടിസ്ഥാനമായതും നമുക്ക് രക്ഷ നൽകുന്നതും ആ സുവിശേഷത്തെക്കുറിച്ച് ദൂതന്മാർ സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷത്തിൻ്റെ വാർത്ത കേട്ടിട്ട് എത്ര നാളായി? ഇത്രയും നാളുകളായോ? സന്തോഷത്തിൻ്റെ വാർത്തകളൊക്കെ കേൾക്കാറുണ്ടോ? അറിയത്തില്ല. ഞാൻ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ സന്തോഷത്തിൻ്റെ വാർത്ത കേൾക്കാറുണ്ട്. എനിക്കത്ര വലിയ സങ്കടങ്ങളൊന്നും വരാറില്ല. കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളൊക്കെ വരാറില്ല. നിങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങൾക്കിപ്പോൾ വലിയ സങ്കടങ്ങളൊക്കെ വരുമായിരിക്കും. സന്തോഷത്തിൻ്റെ വാർത്തകളൊന്നും കേൾക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ ദൂതന്മാർ ഭൂമിയോട്, ആട്ടിടയന്മാരോട്, ദൈവമക്കളോടെല്ലാം പറഞ്ഞ ആ സുവിശേഷം നമ്മുടെ ഉള്ളിലേക്ക് നിറയണം. ലോകത്തിൽ ആരും നമ്മളോട് നല്ല വാർത്തകൾ പറയാനില്ല. സന്തോഷത്തിൻ്റെ സദ്വാർത്ത നമുക്ക് കേൾക്കാനില്ലാത്തൊരു ജീവിതമായിരിക്കാം. കടവും രോഗവും പാപവും ഇരുട്ടും ഒക്കെ ബാധിച്ചൊരു ജീവിതമായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കേൾക്കേണ്ട സന്തോഷത്തിൻ്റെ സദ്വാർത്ത ദൂതന്മാർ പറയുന്നുണ്ട്. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കായി ഒരു രക്ഷകൻ, എനിക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇതാണ്. നിങ്ങളുടെ കടത്തിലും നിങ്ങളുടെ രോഗത്തിലും നിങ്ങളുടെ സങ്കടങ്ങളിലും നിങ്ങളുടെ പരാജയങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേൾക്കേണ്ട ഒരേ ഒരു സുവിശേഷവും കേൾക്കാൻ പറ്റിയില്ലെങ്കിലും കേൾക്കേണ്ടതും സ്വീകരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും അടിസ്ഥാനമായി നിൽക്കേണ്ടതുമായ രക്ഷയുടെ സുവിശേഷം ഇതാണ്. എനിക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഹീസ് ഹിയർ. അവൻ ഇവിടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. വളരെയേറെ നെഞ്ചോട് ചേർത്ത് പിടിച്ചേ. പറഞ്ഞേ എനിക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈ ഇരുട്ടിൽ അവൻ ജനിക്കും. നിങ്ങളുടെ ഈ കടത്തിൽ, നിങ്ങളുടെ ഈ അസ്വസ്ഥത നിറഞ്ഞ വീട്ടിൽ അവൻ ജനിക്കും. അവനൊരു അവസരം കൊടുക്കുക. നമ്മളിങ്ങനെ അധ്വാനിച്ച്, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച്, നമ്മളിങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ രാജാവായി നിൽക്കുന്നവൻ, രക്ഷകനായി നമുക്കൊരാളുണ്ട്. ആ ഈശോയ്ക്കൊരു സ്പേസ് കൊടുക്കുക. നിങ്ങളിപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പ്രതിസന്ധിനെയാണ് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടെന്ന് അച്ഛൻ അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഇന്ന് വീട്ടിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരിക്കാം ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്. മറ്റൊരു ആശ്വാസവും കാണാതെ സഹായിക്കാൻ ആരുമില്ലെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ഒരുപക്ഷെ ഈ ഒരു ശുശ്രൂഷ നമ്മൾ തുറന്ന് ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പങ്കെടുക്കുന്നത്. ആരും നമുക്കൂടെ ആശ്വാസവാക്ക് പറയാനില്ല, നമുക്കൊരു സൊല്യൂഷൻ തരാനില്ല, നമ്മളെ ശക്തിപ്പെടുത്താനോ നമുക്കൊന്ന് ചേർന്ന് നിൽക്കാനോ ഒരാളില്ല. ഇരുട്ടിലാണ്, ബുദ്ധിമുട്ടിലാണ്, സങ്കടത്തിലാണ്, കണ്ണുനീര് തീരുന്നില്ല, പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ജീവിതത്തിൽ ഒരു അശനിപാതം പോലെ, ഒരു ഊരാക്കുടുക്ക് പോലെ സങ്കടങ്ങളുടെ പെരുമഴയിൽ നിങ്ങളിപ്പോൾ മുങ്ങി നിൽക്കുകയായിരിക്കാം. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു പകലായിരിക്കും ഇന്ന് നിങ്ങൾക്ക് ഉണ്ടായത്. ഈ രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം ഈ ശുശ്രൂഷയുടെ നിങ്ങളുടെ ഭാഗമായിരിക്കുന്നത്. നിങ്ങളുടെ ചങ്ക് നീറുന്നുണ്ടാകാം, ഹൃദയം പൊട്ടിപ്പോകുന്നുണ്ടാകാം, നെഞ്ചിൻ്റെ താളം പാറുന്നുണ്ടാകാം. നിങ്ങൾക്ക് എന്ത് സദ്വാർത്ത അറിയിക്കണമെന്ന് അച്ഛൻ അറിഞ്ഞുകൂടാ. സ്വർഗത്തിനറിയാം. സ്വർഗം ആ സദ്വാർത്ത നേരത്തെ അറിയിച്ചിരിക്കുന്നു. നിങ്ങളത് സ്വീകരിക്കുക. നിനക്ക് വേണ്ടി സങ്കടത്തിലായിരിക്കുന്ന, വേദനയിലായിരിക്കുന്ന നിനക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു ഇവിടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും, എല്ലാ ഇരുട്ടിന്റെ അവസ്ഥകളിലും, എല്ലാ കണ്ണുനീരുകളിലും, നിങ്ങളുടെ സകല പ്രതീക്ഷയും അസ്തമിച്ചു പോകുമ്പോഴും, ഉറക്കം കിട്ടാത്ത രാത്രികൾ വരുമ്പോഴും, ജീവിതം മതിയെന്ന് തോന്നിപ്പോകുന്ന സമയങ്ങളിലും നിങ്ങളുടെ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും അലയടിക്കേണ്ട സുവിശേഷം ഇതാണ്. ആരും കൂടെയില്ലെങ്കിലും, എല്ലാവരും മാറി നിന്നാലും എനിക്ക് ഒരു രക്ഷകൻ, ഐ ഹാവ് എ സേവിയർ, എനിക്കൊരു രക്ഷകനുണ്ട്. ഈശോ എന്നാണ് ആ രക്ഷകന്റെ പേര്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ പൗലോസ്ലിഹ, നിങ്ങൾ ഈ വചനഭാഗം വിശുദ്ധ ഗ്രന്ഥം കയ്യിലുണ്ടെങ്കിൽ വചനഭാഗം ഒന്ന് എടുക്കാവോ? 1 കൊരിന്തോസ് 15-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്ക് ഇങ്ങനെയാണ്. ഈശോ ജനിച്ചു എന്നുള്ളത് മാത്രമല്ല സുവിശേഷം. 15:4 നമ്മളിങ്ങനെയാണ് വായിക്കുക. 1 കൊരിന്തോസ് 15:4 ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. മാലാഖമാര്, ദൂതന്മാര്, ആട്ടിടയന്മാരോട് കൊടുത്ത സുവിശേഷം ഇതാണ്. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. പക്ഷെ ഈശോ ജനിച്ചു എന്നുള്ളത് മാത്രമല്ല നമ്മുടെ സുവിശേഷം. നമ്മുടെ സുവിശേഷം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത്, നമ്മൾ കേൾക്കേണ്ട സുവിശേഷം അടിസ്ഥാനമായി നിൽക്കുന്നതും നമുക്ക് രക്ഷ നൽകുന്നതും സുവിശേഷം. അവൻ ജനിച്ചു എന്ന് മാത്രമല്ല, അവൻ ജീവിച്ചു, മരിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇപ്പോഴും ജീവിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ രക്ഷിക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കും ജീവിച്ചിരിക്കാനുള്ള കാരണം.
ഉള്ളിലോട്ട് നിറഞ്ഞേക്കണം. മരിച്ചു കളയാൻ ഒരു 100 കാരണം നമുക്കുണ്ട്, ശരിയല്ലേ? സങ്കടപ്പെട്ടിരിക്കാൻ, നിരാശപ്പെട്ടിരിക്കാൻ ഒരു 10,000 കാരണങ്ങൾ നമുക്കുണ്ടാവും. മതിയെന്ന് തോന്നാൻ ഒരു 10,000 കാരണം നമുക്കുണ്ടാവും. ജീവിച്ചിരിക്കാൻ ഒരേ ഒരു കാരണം, എനിക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചു, അവൻ ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇപ്പോഴും ജീവിക്കുന്നു. എന്നെ രക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ജീവിക്കാനുള്ള കാരണം. പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷം പറ ഹല്ലേലൂയാ. നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തോര സങ്കടങ്ങൾ, എന്തോര കണ്ണുനീരുകൾ, എത്ര തവണ ആത്മഹത്യാ ശ്രമങ്ങൾ, മതിയെന്ന് തോന്നിപ്പോയ സമയങ്ങൾ, ഇത്രയും മതിയെന്ന് ചിന്തിച്ച സമയങ്ങൾ, ഇരുട്ട് മൂടിക്കളഞ്ഞ സമയങ്ങൾ, പ്രതീക്ഷയില്ല, സഹായിക്കാൻ ആരുമില്ല, കൂടെ നിൽക്കാൻ ആരുമില്ല. സങ്കീർത്തനം 3 ദാവീദ് ഇങ്ങനെ ചങ്കുപൊട്ടി പറയുന്നുണ്ട്, കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്, ദൈവം പോലും എന്നെ സഹായിക്കില്ലെന്ന് മറ്റുള്ളവർ എന്നെ കുറിച്ച് പറഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. ദൈവം പോലും സഹായിക്കാനില്ലാത്ത അവസ്ഥകൾ നമുക്ക് തോന്നിപ്പോയിട്ടുണ്ടാകാം. പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു പോയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകാം. മനുഷ്യർ പോലും നമ്മളെ മാറ്റി നിർത്തി. ഒരു കാലത്ത് അവരെ സ്നേഹിച്ച് അവരോട് ചേർന്ന് നിന്ന് നമ്മൾ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളോട് ചേർന്ന് നിൽക്കാൻ ആളില്ല, ചേർന്ന് നിൽക്കാനില്ലെന്ന് മാത്രമല്ല, ഒരിക്കൽ നമ്മൾ ചേർന്ന് നിന്നവർ ഇന്ന് നമുക്കെതിരെ തിരിഞ്ഞ് ശത്രുവായി മാറിയിരിക്കുന്നു. ദാവീദ് ചങ്ക് പൊട്ടിയാണ് സങ്കീർത്തനം 3 എഴുതുന്നത്, കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്, എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത വിധം അത്ര വലിയ ശത്രുക്കളുടെ ഗണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് മനുഷ്യരാവണമെന്നില്ല. തിന്മയാകാം, നിങ്ങളുടെ രോഗങ്ങളാകാം, നിങ്ങളുടെ കടങ്ങളാവാം, നിങ്ങളുടെ ഇരുട്ടിന്റെ അനുഭവങ്ങളാകാം, നിങ്ങളെ മാറ്റി നിർത്തിയവരാകാം, നിങ്ങളെ ശപിച്ചവരാകാം, നിങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തവരാകാം, നിങ്ങൾക്കെതിരെ ദുരാരോപണങ്ങൾ നടത്തിയവരാകാം, നിങ്ങളുടെ നല്ല പേര് ദുഷിപ്പിച്ച് കളഞ്ഞവരായിരിക്കാം, നിങ്ങൾ ഈ കുടുംബത്തിന്റെ ശാപമാണെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയവരായിരിക്കാം, നിങ്ങളെ ഉപദ്രവിച്ചവരായിരിക്കാം, നിങ്ങളുടെ ശരീരത്തെ വേദനിപ്പിച്ചവർ, നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ മുറിവ് തന്നവരായിരിക്കാം. കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറ ഹല്ലേലൂയാ. ഇട്ടേച്ച് പോകാൻ 100 കാരണങ്ങളാണ് നമുക്ക്. മതിയെന്ന് തോന്നാൻ കാരണം കഷ്ടപ്പെട്ടു, ഒത്തിരി സങ്കടപ്പെട്ടു, ഒത്തിരി കാലമായിട്ട് ഈ വേദനയും കൊണ്ട് നടക്കാണ്. മുമ്പോട്ട് പോകാനും ജീവിക്കാനും നമുക്കൊരു കാരണം, എന്നെ രക്ഷിക്കാൻ പറ്റുന്ന ദൈവം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ജീവിക്കാനുള്ള കാരണം. പറഞ്ഞേ ഹല്ലേലൂയാ. കരങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ച് ഈ സമയം നമ്മുടെ എല്ലാ സങ്കടങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ഭയങ്ങൾ, ഒരുപാട് മക്കളിലേക്ക് ഈശോ ഒരു വലിയ കൃപ ചൊരിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അകാരണമായ ഭയങ്ങൾ, നാളെ എന്താകുമെന്നുള്ള ഭയങ്ങൾ, കഴിഞ്ഞ കാലത്തിന്റെ ചില കെട്ട ഓർമ്മകൾ തരുന്ന വേദനകൾ എല്ലാം ഈശോയിലേക്ക് കൊടുത്തുകൊണ്ട് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയാ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സോ നമ്മുടെ രക്ഷകൻ ജീവിക്കുന്നു. ഇതാണ് നമ്മുടെ സുവിശേഷം. നമ്മുടെ രക്ഷകൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മൾ പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ എടുത്തൊന്ന് വായിച്ചു നോക്കണം. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 7 മുതലുള്ള വാക്യങ്ങളൊക്കെ ഇങ്ങനെ മോശയോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈജിപ്തിൽ എൻ്റെ ജനം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഞാൻ കണ്ടു, അവരുടെ രോദനം ഞാൻ കേട്ടു, അവരുടെ ക്ലേശങ്ങൾ ഞാൻ അറിയുന്നു. ഈജിപ്തിൽ എൻ്റെ ജനം അവർ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ ഞാൻ കണ്ടു, അവരുടെ രോദനം ഞാൻ കേട്ടു, അവരുടെ വേദനകൾ, അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് സാധിക്കുന്നത് ഒരാൾക്ക് മാത്രമാണ്. ഇത് സാധിക്കുന്നത് ഒരാൾക്ക് മാത്രമാണ്. എൻ്റെ ക്ലേശങ്ങൾ കാണാനും എൻ്റെ വേദനകൾ കേൾക്കാനും ഞാൻ കടന്നു പോകുന്ന ഇരുട്ടിൻ്റെ അനുഭവങ്ങളെ അറിയാനും അതിന് ഉത്തരം തരാനും പറ്റുന്ന ഒരാളെ ഉള്ളൂ. ആ ആൾ ജീവിച്ചിരിക്കണം. അങ്ങനെ ഒരാളെ ഉള്ളൂ, ഈശോ. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറ ഹല്ലേലൂയാ. ആ ജീവിക്കുന്ന ദൈവം അവരെ രക്ഷിച്ചെടുത്ത ഒരു അനുഭവം പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം, അവർ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ രാത്രിയിൽ സംഭവിച്ച ഒരു കാര്യം. പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 40 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കും. ഇസ്രായേൽക്കാരുടെ ഈജിപ്തിലെ വാസകാലം 430 വർഷമായിരുന്നു. 430 വത്സരം പൂർത്തിയായ അന്ന് തന്നെ കർത്താവിൻ്റെ ജനസമൂഹം മുഴുവൻ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. 42-ാം വാക്യം ശ്രദ്ധിച്ചത് കേൾക്കണം. അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് ജാഗ്രതായി വർത്തിച്ച രാത്രിയാണത്. ഇതിനകത്ത് കിടക്കുന്ന ഒരു വലിയൊരു ആത്മീയ രഹസ്യവും തിരിച്ചറിയണം. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനങ്ങളെ ഒന്ന് കണക്ട് ചെയ്തേക്കണം. നമ്മൾക്ക് ആവശ്യമുള്ളത് ഈശോയുടെ ശക്തിയാണ്. അതാണ് സങ്കീർത്തനം 86-16 നമ്മൾ വായിച്ചത്, പ്രാർത്ഥിച്ചത്, ഈ ദാസന് അങ്ങയുടെ ശക്തി നൽകണം. ഈ ശക്തി നമുക്ക് ആവശ്യമാകുന്നത് നമ്മുടെ ഈ ബലഹീനതയിൽ, നമ്മുടെ ഈ കുറവുകളിലാണ്. നമ്മളെ സഹായിക്കാൻ ആരുമില്ലാത്ത ഈ രാത്രികളിൽ, ഈ പകലുകളിൽ നമ്മൾ കേൾക്കേണ്ടത് നമ്മളെ രക്ഷിച്ചെടുക്കാൻ പറ്റുന്ന ഒരാളെ കുറിച്ചാണ്. ആ രക്ഷകന്റെ വാക്കാണ്.
ആ സുവിശേഷമാണ്. ആ സുവിശേഷം നമുക്ക് രക്ഷ നൽകുന്നു, ജീവൻ നൽകുന്നു, നമുക്ക് അടിസ്ഥാനമായി നിൽക്കുന്നു, നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നു. ആ സുവിശേഷം ചുമ്മാ ഒരു വാക്കല്ല, എഴുത്തല്ല, അത് ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം ജനിച്ചു, ജീവിച്ചു, അവൻ എനിക്ക് വേണ്ടി മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇപ്പോഴും ജീവിക്കുന്നു. ആ ജീവിക്കുന്ന ദൈവം എൻ്റെ കഷ്ടപ്പാട് കാണുന്നു, എൻ്റെ വേദന കേൾക്കുന്നു, എൻ്റെ രോദനങ്ങൾ, എൻ്റെ സങ്കടങ്ങളെല്ലാം അവൻ അറിയുന്നു. അങ്ങനെ അറിയുന്ന ദൈവം, അങ്ങനെ ജീവിച്ചിരിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. പുറപ്പാട് 12 നമ്മളിപ്പോൾ വായിച്ചത്, ദൈവം തൻ്റെ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, നമുക്കിന്ന് അടിമത്തങ്ങൾ ഉണ്ടാവില്ല, നമ്മുടെ സങ്കടങ്ങളെ ഓർത്തേക്കുക, നമ്മുടെ ഇരുട്ടുകളെ ഓർത്തേക്കുക. ആ അടിമത്തത്തിൽ നിന്ന്, ആ ഇരുട്ടിൽ നിന്ന്, ആ കണ്ണുനീരിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ നമ്മളെ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി വചനം ഇങ്ങനെയാണ്, കർത്താവ് ജാഗ്രതായി വർത്തിച്ച രാത്രിയാണത്. പറഞ്ഞേ ഹല്ലേലൂയാ. വലിയ സത്യം തിരിച്ചറിഞ്ഞ് ഈ രാത്രിയിൽ ഉണർന്നിരുന്ന് നീ അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പറയും നമ്മൾ ജാഗരണ പ്രാർത്ഥനയിലാണ്, നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, രാത്രിയിൽ ഇരിക്കുകയാണ്. പക്ഷെ ഈ രാത്രി ഈ സങ്കടത്തിൽ നിന്നും ഈ വേദനയിൽ നിന്നും നിന്നെ പുറത്തോട്ട് കൊണ്ടുവരാൻ നീ ഉണർന്നിരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ മറ്റൊരാൾ ഉണർന്നിരിക്കുകയാണ്. ഈശോ നിന്റെ ദൈവം. അവരെ ആ സങ്കടത്തിൽ നിന്ന്, ആ അടിമത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ദൈവം ജാഗ്രതായി വർത്തിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ജീവിക്കുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവം, ഉണർന്നിരിക്കുന്ന ദൈവം. പ്രവർത്തിക്കുന്നത് ഞാനല്ല, ആരാണ്? കർത്താവ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ ആകെ ചെയ്യേണ്ടത് ആ സുവിശേഷം സ്വീകരിക്കുക. സ്വീകരിച്ചാൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം അവൻ എന്തോ ഒരു കൃപ കൊടുത്തു. എന്ത് കൃപയാണ് കൊടുത്തത്? തന്നെ വിശ്വസിച്ചവർക്ക്, തന്നെ സ്വീകരിച്ചവർക്ക്, ആ സുവിശേഷം വിശ്വസിച്ചവർക്കും സ്വീകരിച്ചവർക്കും ദൈവം കൊടുത്ത കൃപ, ദൈവ മക്കളാവാനുള്ള കൃപ കൊടുത്തു. ഈ രാത്രിയിൽ ഈശോയുടെ വചനം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, ഈ സുവിശേഷം സ്വീകരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കിട്ടാൻ പോകുന്ന ക്രെഡിറ്റ്, നമുക്ക് കിട്ടാൻ പോകുന്ന ഐഡന്റിറ്റി, നമുക്ക് കിട്ടാൻ പോകുന്ന സകല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇതാണ്. ദൈവ മക്കൾ എന്ന ഒരു സ്റ്റാറ്റസിലേക്ക് നമ്മൾ വീണ്ടും ഉയരുകയാണ്. ആ സ്റ്റാറ്റസ് നമ്മൾ ഓർക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇങ്ങനെ ദൈവ മക്കളായാൽ പൗലോസ് നമ്മളോട് പറയും, റോമ 8:16 മുതലുള്ള വാക്യങ്ങളിൽ, മക്കളെങ്കിൽ അവകാശികളാണ്. കിട്ടുന്നുണ്ടോ? മക്കളെങ്കിൽ അവകാശികളാണ്. നമ്മൾ ഇന്ന് ഈ രാത്രിയിൽ ഒരുപാട് നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാകും. നമ്മളിപ്പോൾ ഈ ഒരു ആരാധനയ്ക്ക് വേണ്ടി, ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഇമെയിൽ അയച്ചും ഫോൺ വിളിച്ചും ഒക്കെ ഒത്തിരി നിയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ, ആ ചോദ്യത്തിലുള്ള ഉത്തരങ്ങളൊക്കെ തരാൻ വേണ്ടി നമ്മളെക്കാൾ കൂടുതൽ ഉണർന്നിരിക്കുകയാണ് കർത്താവ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം, സുവിശേഷം സ്വീകരിക്കുക. സ്വീകരിച്ചാൽ മക്കളാകും, മക്കളായാൽ നമ്മൾ അവകാശികളാകും. അവകാശികളായാൽ പിന്നെ യാചിക്കേണ്ടി വരില്ല, ചോദിച്ച് മേടിക്കാം. പറഞ്ഞേ ഹല്ലേലൂയാ. ചെന്നി പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? മക്കളെങ്കിൽ അവകാശികളാണ്, യാചകരാണ് പോയിട്ട് എന്തേലും തരണേന്ന് പറയുന്നത്. നമ്മുടെ കടം മാറേണ്ടതും, നമ്മുടെ രോഗം മാറേണ്ടതും, നമ്മൾ വിശുദ്ധരാവേണ്ടതും, നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് ഉയരേണ്ടതും ഒക്കെ അത് നമ്മുടെ അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞേക്കുക. ദൈവത്തിന്റെ മക്കളാണ്, മക്കളെങ്കിൽ അവകാശികളുമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മക്കളെങ്കിൽ അവകാശികളാണ്, യാചകരാണ് പോയി ഇരക്കുന്നത്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇരക്കാൻ വല്ലതും കിട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല. കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ അവകാശമായി ഞങ്ങൾക്ക് അങ്ങയുടെ ശക്തി അളവില്ലാതെ അധികമായി തരണം. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഒപ്പം തന്നെ യോഹന്നാൻ സ്ലീഹ നമ്മളോട് സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. യോഹന്നാൻ 1:16 വലിയ കൃപ നമ്മിലേക്ക് ചൊരിയപ്പെടുകയാണ്. അവന്റെ ആ പൂർണ്ണതയിൽ നിന്ന് നമ്മൾ കൃപയ്ക്ക് മേൽ കൃപയും കൂടെ സ്വീകരിക്കുകയാണ്. മക്കളാണ്, അവകാശികളാണ്. അതോടൊപ്പം ആ സുവിശേഷം സ്വീകരിക്കുമ്പോൾ, ആ സുവിശേഷം വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് സംഭവിക്കുന്ന മറ്റൊരു കാര്യം, നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കൃപയും ചൊരിയപ്പെടുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 1 കൊരിന്തോസ് 15 അതിന്റെ 10-ാമത്തെ വാക്യം ഈ കൃപയെക്കുറിച്ച് പൗലോസ് ശ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. പൗലോസ് ശ്ലീഹ ഈ സുവിശേഷത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ, രക്ഷ നൽകുന്ന ഈ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ, എല്ലാ കാര്യത്തിനും ക്രെഡിറ്റ് പൗലോസ് ശ്ലീഹ ആർക്ക് കൊടുക്കാണ്? ഈശോ നൽകിയ കൃപയ്ക്ക് കൊടുക്കാണ്. സംഗീതം 86-16 നമ്മൾ വായിച്ചതുപോലെ അവിടുത്തെ ശക്തിക്ക്, അവിടുത്തെ കൃപയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. ആ കൃപ നമുക്ക് എങ്ങനെ ലഭിക്കും? സുവിശേഷം കേൾക്കുമ്പോൾ, സുവിശേഷം
സ്വീകരിക്കുമ്പോൾ. പറഞ്ഞേ ഹല്ലേലൂയ. ആ കൃപ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു കാര്യത്തെക്കുറിച്ച് പൗലോസ് ഇങ്ങനെ പറയാണ്, എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല, നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ രാത്രിയിൽ ഈശോയുടെ ശക്തിക്ക് വേണ്ടി, കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ സങ്കടങ്ങളെയും വേദനകളെയും നിങ്ങൾ ഓർത്തേ. ഇന്നിപ്പം നിങ്ങൾ കടന്നു പോകുന്ന ക്രൈസിസുകളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളെ, നമ്മളിതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് എന്തോരം അധ്വാനിക്കുന്നു, എന്തോരം പ്രാർത്ഥിക്കുന്നു, എന്തോരം രീതികൾ നമ്മൾ പരിശീലിക്കുന്നു, പരീക്ഷിച്ചു നോക്കുന്നു. പക്ഷെ നമുക്കിനി ഒന്ന് വിട്ടു കൊടുക്കേണ്ടതുണ്ട്. ഞാൻ തളർന്നു, ഞാൻ മടുത്തു, ഞാൻ അധ്വാനിച്ച് മടുത്തു, ഞാൻ പ്രാർത്ഥിച്ച് മടുത്തുപോയി എന്നൊക്കെ പറയുന്ന സങ്കടങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് തിരിച്ചറിയേണ്ടത് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തെയും കൂടെയാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ജനത്തേക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി ജാഗ്രതയായി വർത്തിച്ചൊരു ദൈവം, അവരെ പുറത്തോട്ട് കൊണ്ടുവന്നൊരു ദൈവം, ആ ദൈവം ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഇത് ഈ ഒരു സുവിശേഷം മനുഷ്യരുടെ ഉള്ളിലോട്ട്, അവരുടെ വിശ്വാസത്തിലേക്ക് അടിസ്ഥാനമായിട്ട് കയറുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം. എത്ര പറഞ്ഞാലും നമ്മുടെ ഉള്ളിലോട്ട് ആ വിശ്വാസം നിറയുന്നില്ല. പിന്നെയും സങ്കടങ്ങൾ, പിന്നെയും പരാതികൾ, പിന്നെയും യാചനകൾ. ആ യാചനകളും പരാതികളും സങ്കടങ്ങളും എപ്പോഴും ഉണ്ടാകും. കാരണം യാചകരാണെന്നുള്ള ചിന്തയിൽ ജീവിക്കുകയാണ്, അടിമകളാണ്, ദാസരാണെന്നുള്ള ചിന്തയിൽ ജീവിക്കുകയാണ്. മക്കളെന്ന സ്റ്റാറ്റസിലേക്ക് കർത്താവ് ഉയർത്തിയത് അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ നമ്മുടെ ആത്മീയത നമ്മളെ ഹെൽപ്പ് ചെയ്യാത്തതാണോ, ഇനി അങ്ങനെ ഒരു ആത്മീയത അല്ല നമ്മൾ പരിശീലിച്ചതെന്നോ അറിയില്ല. നമ്മൾ കേട്ട സുവിശേഷം എല്ലാം നമ്മളോട് പറഞ്ഞത് രക്ഷകനെ കുറിച്ചാണ്, സഹായിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്, പരിശുദ്ധനായ ദൈവത്തെക്കുറിച്ചാണ്. പക്ഷെ ഇപ്പോഴും നമ്മളൊരു സങ്കടം വരുമ്പോൾ, നമ്മളൊരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേനും തളർന്ന് ഇല്ലാതായി പോവാണ്. ഞാൻ ചെയ്തു കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ, ഞാൻ അതൊക്കെ ചെയ്തു, ഇതൊക്കെ ചെയ്തു, ഞാൻ മടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരാതികൾ പറയാണ്. പൗലോസിലെ വലിയൊരു ആത്മീയ സത്യം നമ്മളോട് പറയാണ്, നീ അല്ല, നിന്റെ ഉള്ളിലുള്ള കൃപ ദൈവം തന്നെ അധ്വാനിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഈ രാത്രിയിൽ വലിയൊരു വിശ്വാസത്തോടെ, എന്ന് വെച്ചാൽ അത്ര കണ്ണും പൂട്ടിയുള്ളൊരു വിശ്വാസത്തോടെ നിങ്ങൾ ഇന്ന് ഈ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിയോഗത്തിന്റെ മേൽ നിങ്ങളത് ഈശോയെ നീ തന്നെ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചേക്കുക. ഞാനല്ല അധ്വാനിക്കുന്നത്, എൻ്റെ ഉള്ളിൽ ദൈവം തന്ന ആ ദൈവ കൃപ അധ്വാനിക്കുന്നു. ചിലപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി ബിസിനസ് ചെയ്യുന്നു, പരാജയപ്പെടുന്നു. കൃഷി മേഖലയിൽ അധ്വാനിക്കുന്നു, പരാജയപ്പെടുന്നു. പരീക്ഷകൾ ജയിക്കാൻ വേണ്ടി, കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ജോലിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകാൻ വേണ്ടി എന്തോരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നത്. റിസൾട്ട് കിട്ടുന്നില്ല, നമ്മൾ പ്രതീക്ഷിച്ചൊന്നും നടക്കുന്നില്ലെന്ന് ഓർത്ത് നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് മുമ്പോട്ട് പോകാനുള്ള സകല എനർജിയും ഊർജവും കളഞ്ഞ് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, നമുക്ക് ഇന്ന് ഈ രാത്രിയിൽ ഒരു കംപ്ലീറ്റ് ട്രസ്റ്റോടുകൂടി, അത്ര വലുതായൊരു പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ ഉള്ളിലേക്ക് നീ തന്ന കൃപ, ഞാനല്ല, എൻ്റെ ഉള്ളിലേക്ക് നീ തന്ന കൃപ വർക്ക് ചെയ്യട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ മടുത്തിട്ടുണ്ട്. ഞാനും മടുത്തിട്ടുണ്ട്, നിങ്ങളും മടുത്തിട്ടുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ കൃപ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ, അവൻ്റെ ഗ്രേസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ തളരില്ല. കാരണം നമ്മളല്ല അധ്വാനിക്കുന്നത്. ആരാണ് അധ്വാനിക്കുന്നത്? എൻ്റെ ഉള്ളിൽ കർത്താവ് തന്ന കൃപ, ഞാനല്ല, ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഞാനല്ല, എന്നെ ഏൽപ്പിച്ച ആളുകളല്ല, എന്നെ സഹായിക്കുന്ന വ്യക്തികളല്ല, ദൈവം ജാഗ്രതായി വർത്തിക്കുന്ന രാത്രി. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഈ രാത്രിയിൽ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യങ്ങളിലൊന്ന്, എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം, എന്നെ കാണുന്ന ഒരു ദൈവം, എന്നെ സഹായിക്കുന്ന ഒരു ദൈവം, എനിക്ക് രക്ഷകനായി നിൽക്കുന്ന ദൈവം, എന്നെ ഒറ്റക്കിട്ട് പോവാത്തൊരു ദൈവം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളെ അങ്ങനെ സഹായിച്ചെടുക്കാൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ തിരിച്ചറിയണേ രാത്രി. ഒന്ന് എഴുന്നേറ്റ്. പ്രിയപ്പെട്ട സൗരങ്ങളെ, നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ടെന്നൊരു തിരിച്ചറിവുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തിരിച്ചറിവുള്ള ഒരാളെ സങ്കടപ്പെടുത്താനോ തോൽപ്പിക്കാനോ മനുഷ്യനോ പിശാചിനോ സാധിക്കില്ല. നമുക്കൊക്കെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നു, നമ്മൾ നിരാശയിലേക്ക് വീണു പോകുന്ന ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഈശോയിലുള്ള വിശ്വാസം പതുക്കെ കുറയുന്നു, ട്രസ്റ്റ് പതുക്കെ കുറയുന്നു, അവൻ്റെ ശക്തിയെ നമ്മൾ സംശയിക്കുന്നു. കാരണം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, കർത്താവ് ഇടപെടുന്നില്ല, കർത്താവിന് ഒരു ഉത്തരം തരുന്നില്ല. നിരാശയിലേക്ക് പോവാം. നമ്മൾ സാധാ മനുഷ്യരാണ്, പച്ച മനുഷ്യരാണ്, പാവങ്ങളാണ്. പക്ഷേ ഈ രാത്രിയിൽ ഉള്ളിലേക്ക് തിരിച്ചറിയേണ്ടത്, എൻ്റെ ദൈവം ശക്തനാണ്, ആ ദൈവം എന്നെ ഒറ്റയ്ക്കിട്ട് പോവില്ല. സങ്കീർത്തനം 23:4 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല. ഒറ്റയ്ക്കാക്കില്ല. കേട്ട സുവിശേഷം രക്ഷകനുണ്ടെന്നാണ്, അവൻ ജീവിക്കുന്നുണ്ടെന്നാണ്, അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതാണ്.
ആ വലിയൊരു ബോധ്യം ഉള്ളിലേക്ക് നിറയണം. കരങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കണ്ണുകളെ ശാന്തമായിട്ട് നടച്ച് നിങ്ങളായിരിക്കുന്ന എല്ലാ അവസ്ഥകളും ഈശോയ്ക്ക് കൊടുക്കുക. രക്ഷയ്ക്കായി എന്നെ രക്ഷിക്കാൻ എനിക്കൊരു ദൈവമുണ്ട്. അവൻ ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യം അടുത്തിരിക്കുക എന്നുള്ളതാണ്. ഏശയ്യാ 30:15 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്ന് സ്വസ്ഥമായിട്ടിരിക്കുക, സ്വസ്ഥതയും ബലവുമായിരിക്കും നിനക്കുള്ള കൃപയും നിനക്കുള്ള ഉത്തരവും. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളിൽ, ഞങ്ങളുടെ എല്ലാ വേദനകളിൽ, ഞങ്ങളുടെ എല്ലാ കണ്ണുനീരുകളിൽ ഞങ്ങളെ ഒറ്റയ്ക്കാക്കി പോവാത്ത അങ്ങയുടെ കൃപ ഞങ്ങൾ തിരിച്ചറിയുകയാണ്. വീഴുന്നത് കർത്താവെ നിന്റെ സന്നിധിയിലേക്കാണ്. തളർന്നു പോയത് നിന്റെ മുൻപിലാണ്. വീണ് കിടന്നതും നിന്റെ മുമ്പിലാണ്. ഞാൻ വീഴുന്നത് കണ്ട എൻ്റെ കർത്താവേ, ഞാൻ കരയുന്നത് കണ്ട എൻ്റെ കർത്താവേ, ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നത്, ഞാൻ ഒറ്റ കൊടുക്കപ്പെടുന്നത് കണ്ട എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടി കരഞ്ഞ എൻ്റെ ഈശോയെ, എൻ്റെ ഈ വേദനകളിൽ, എൻ്റെ സങ്കടങ്ങളിൽ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ രക്ഷകനെ ഞാൻ ഏറ്റുപറയുന്ന എൻ്റെ അടിസ്ഥാനമേ, എൻ്റെ ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ, എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ. എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് കർത്താവെ അടഞ്ഞു കിടക്കുന്ന ഈ വാതിലുകളുടെ മുമ്പിലേക്ക് അങ്ങ് സർവശക്തനായി അധികാരിയായി ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. 3-ാമത്തെ സങ്കീർത്തനം വലിയൊരു അഭിഷേകത്തിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ ശക്തിയെ വിളിച്ചോതുന്ന സങ്കീർത്തനങ്ങളൊന്നാണ്. എൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്, കർത്താവ് വാഴുന്നു, അവൻ രാജാവായി അധികാരിയായി കർത്താവ് വാഴുന്നു. സങ്കീർത്തനം 93 1 മുതലുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെയാണ് വായിക്കുക. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു, അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു, അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ ബലത്തെക്കുറിച്ച്, കർത്താവിൻ്റെ അധികാരത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ആ ദൈവത്തിൻ്റെ വലിയ ശക്തിയെക്കുറിച്ച് ബോധ്യം നൽകുന്ന വചനമാണ്. തുടർന്നുള്ള വാക്യങ്ങളിലാണ്, ലോകം സുസ്ഥാപിതമായിരിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല, അങ്ങയുടെ സിംഹാസനം പണ്ട് മുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു, അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ്. ഈ ഒരു സങ്കീർത്തനത്തിനെ 2 ഭാഗമായിട്ട് തിരിക്കാം. ആദ്യത്തെ ഭാഗത്ത് ഈ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുകയാണ്. ദൈവം എത്ര ഉന്നതനാണെന്നും ആ ദൈവത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്നും പറയാം. ഒരു വിശ്വാസിയുടെ ഉള്ളിൽ, ഈശോയെ ആരാധിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ഉള്ളിൽ നിറയേണ്ട ഒരു ബോധ്യമാണ്, എൻ്റെ ദൈവം ശക്തനാണ്, ആകാശങ്ങൾക്ക് മീതെ മഹിമയോടുകൂടി ശക്തനായ ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. ആ ദൈവം അവിടെ ഉള്ളപ്പോഴും നമ്മുടെ എല്ലാ ജീവിതങ്ങളിലേക്ക് രോഗങ്ങളോ വേദനകളോ കടബാധ്യതകളോ സങ്കടങ്ങളോ പരീക്ഷണങ്ങളോ പ്രലോഭനങ്ങളോ ഒക്കെ വരാറുണ്ട്. ചെറുതായിട്ട് തുടങ്ങുന്ന പ്രശ്നങ്ങൾ അത് വലുതായി മാറാറുണ്ട്. വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ കരുതിയ, നമ്മളെ നിസ്സാരമെന്ന് കരുതിയ ഒരു സങ്കടം, ഒരു രോഗം, ഒരു വേദന, ഒരു കടബാധ്യത, ഒരു വഴക്ക്, അതൊന്ന് വളർന്ന് വലുതായി നമ്മളെ പിടിച്ച് താഴ്ത്തിക്കളയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ആ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് സങ്കീർത്തനം 93 പറയാണ്. ഒന്ന്, ദൈവം ശക്തനാണ്. ആ ശക്തനായ ദൈവം അവിടെ ഉള്ളപ്പോൾ തന്നെ ഇപ്പുറത്തൊരു സൈഡിൽ പാവപ്പെട്ട നമ്മൾ, അവിടുത്തെ ദാസരായ നമ്മൾ, അവിടുത്തെ മക്കളായ നമ്മൾ സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സങ്കീർത്തനം 93:3 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക, കർത്താവേ, പ്രവാഹങ്ങൾ ഉയരുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ ആർത്തിരമ്പുന്നു. ഈ പ്രവാഹം, ഈ ആർത്തിരമ്പൽ, ഈ തിരമാല നമ്മുടെ എല്ലാ ജീവിതത്തിൽ അനുഭവിക്കുന്ന സങ്കടങ്ങളാണ്, ചെറുതും വലുതുമായത്. പ്രത്യേക സങ്കീർത്തനം 93 ഈ വചനഭാഗം ഇങ്ങനെ പറയാണ്, ആ പ്രവാഹം ഉയരുന്നു, അത് ശബ്ദമുയർത്തുന്നു, അത് ആർത്തിരമ്പുന്നു. ചെറുതായിട്ട് തുടങ്ങിയൊരു പ്രശ്നം വലുതായി, അത് വളരെ വലുതായി, ഒരു പർവ്വതം പോലെ, ഒരു തിരമാല പോലെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനത്തെ മുഴുവൻ മുക്കിക്കളയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പ്രവാഹങ്ങൾ ഉയരുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ ആർത്തിരമ്പുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലകളെയും കാൾ കർത്താവ് ശക്തനാണ്. ഇത് മനസ്സിലാക്കി എടുത്തേക്കണം. ജീവിതത്തിൽ കുഞ്ഞു പ്രശ്നങ്ങൾ, വലിയ പ്രശ്നങ്ങൾ, കുഞ്ഞു സങ്കടങ്ങൾ, വലിയ സങ്കടങ്ങൾ എല്ലാം ഉണ്ട്. ആ സങ്കടങ്ങളും വേദനകളും ചോദ്യങ്ങളും നമ്മുടെ മുമ്പിൽ ഉയരുന്നുണ്ട്, അത് ശബ്ദമുയർത്തുന്നുണ്ട്, ആർത്തിരമ്പുന്നുണ്ട്. തിന്മയായിട്ട് എന്നെ കരുതാം, പിശാചായിട്ട് എന്നെ കരുതാം, നിങ്ങളുടെ വേദനകളും സങ്കടങ്ങളുമായിട്ടൊക്കെ എന്നെ കരുതാം. നിങ്ങളുടെ നേരെ അത് ആക്രോശിക്കുന്നു, നിങ്ങളുടെ നേരെ ശബ്ദമുയർത്തുന്നു, നിങ്ങളെ തകർത്ത് കളയാൻ വേണ്ടി അത് ശ്രമിക്കുന്നു. പക്ഷേ ഉയരുന്ന തിരമാലകളെയും ബഹളം ഉണ്ടാക്കുന്ന ഈ ഗർജനങ്ങളെയും കാൾ കർത്താവ് ശക്തനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഈശോ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ആ ഞെരുക്കങ്ങൾ ഉണ്ടാകും, പക്ഷേ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഈശോ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരികയാണ്. ഈ ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും, എന്നാൽ നിങ്ങൾ ഭയപ്പെടരുത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.
പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയുടെ ഒരു സമാധാനം ഉള്ളിലോട്ട് നിറയണം. ഇന്ന് ഈ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാധാനം കെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടാകാം. ടെൻഷൻ അടുപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. സമാധാനം നഷ്ടപ്പെട്ടു പോയി, ഉറക്കം നഷ്ടപ്പെട്ടു പോയി, എല്ലാം ഇരുട്ടിൻ്റെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാണ്. ഞെരുക്കങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഈശോ അത് പറയാണ്, നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും. അതൊരു റിയാലിറ്റിയാണ്. നിങ്ങൾ ധ്യാനങ്ങൾ കൂടുന്നു, നിങ്ങൾ ആരാധനയിൽ പങ്കെടുക്കുന്നു, നിങ്ങൾ വചനം വായിക്കുന്നു, നിങ്ങൾ വിശുദ്ധരായിട്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. എങ്ങനെ ജീവിച്ചാലും, എത്ര വിശുദ്ധൻ്റെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും ഞെരുക്കങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ ലോകത്തിൽ അതെല്ലാം ഉണ്ടാകുമെന്ന് ഈശോ പറയാണ്. എന്നാൽ വാഗ്ദാനം ഇതാണ്, എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ ഭയപ്പെടരുത്. ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകാം, എന്നാൽ ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ കർത്താവിൻ്റെ കൂടെ നിന്നാൽ മാത്രമേ നമുക്കും ജയിക്കാൻ പറ്റുള്ളൂ. നമ്മളല്ലാതെ ശ്രമിച്ച് നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈശോയുടെ കൂടെ നിൽക്കുക, അവിടുത്തെ ശക്തി പ്രാർത്ഥിക്കുക. ആ ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സുവിശേഷം നമ്മൾ കേൾക്കുന്നതനുസരിച്ച് കൃപ നമ്മിലേക്ക് നിറയും. ആ കൃപ അധ്വാനിക്കും. ആ കൃപയിൽ നമ്മൾ ഇതിനെയെല്ലാം വിജയിച്ച് കയറും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ 16:33. ഈ ലോകത്തിൽ നിങ്ങൾക്കുണ്ടായ സങ്കടത്തെയും നിങ്ങളുടെ രോഗത്തെയും നിങ്ങളുടെ വേദനകളെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളതിൻ്റെ മുമ്പിൽ തോറ്റുപോയെന്ന് തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ ദൈവം, എൻ്റെ ദൈവം, നമ്മുടെ ദൈവം അതിനെ വിജയിച്ചിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. മത്തായി 28:18 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 16 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആർക്ക്? ഈശോയ്ക്ക്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും ഈശോയ്ക്കാണ്. എന്നുവെച്ചാൽ എൻ്റെ രോഗത്തിൻ്റെ മേലും അധികാരം ആർക്കാണ്? എൻ്റെ സങ്കടത്തിൻ്റെ മേൽ അധികാരം ഈശോയ്ക്കാണ്. എൻ്റെ വേദനകളുടെ മേൽ അധികാരം ഈശോയ്ക്കാണ്. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അധികാരം ഈശോയ്ക്കാണ്. ഞാൻ എന്തിനെ ഓർത്താണോ സങ്കടപ്പെടുന്നത് ആ കാര്യത്തിൻ്റെ മേലും അധികാരം ആർക്കാണ്? ഈശോയ്ക്കാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ചെയ്ത് തീർക്കണം, നമ്മൾ ശ്രമിച്ചാലേ ഇത് നടക്കുകയുള്ളൂ. നമ്മുടെ കയ്യിലാണ് ഇതെല്ലാം ഇരിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് നമ്മൾ അധ്വാനിക്കുകയും മടുക്കുകയും തളർന്നു പോവുകയും ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഉണ്ടാവേണ്ട വലിയൊരു ബോധ്യം, ഞാൻ ഈ തോറ്റുപോയെടുത്തും, ഞാൻ ഈ സങ്കടപ്പെട്ടെടുത്തും, ഞാൻ ഈ പൊട്ടിക്കരഞ്ഞെടുത്തെടുത്തും, ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച ആ കാരണങ്ങൾക്കിടയിലും അധികാരം ഈശോയ്ക്കാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രഭാഷകൻ 17:17 വലിയൊരു അഭിഷേകത്തിൻ്റെ ഒരു വചനം ഇങ്ങനെ കിടപ്പുണ്ട്. പ്രഭാഷകൻ 17:17 കർത്താവ് തൻ്റെ ജനത്തിന് പ്രത്യേകമായിട്ടൊരു അനുഗ്രഹം കൊടുക്കുന്നതിനെ കുറിച്ച് വചനം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുന്നത് ഇങ്ങനെയാണ്. പ്രഭാഷകന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുക. ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി, എന്നാൽ ഇസ്രായേലിനെ സ്വന്തം അവകാശമായി അവൻ തെരഞ്ഞെടുത്തു. ഓരോ രാജ്യത്തിനും അധികാരികളെ കൊടുത്തു, നയിക്കാൻ ആളുകളെ കൊടുത്തു, എന്നാൽ ഇസ്രായേലിനെ അവൻ സ്വന്തം അവകാശമായി തെരഞ്ഞെടുത്തു. പറഞ്ഞേ ഹല്ലേലൂയ. എന്നുവെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈശോയെ അറിയാത്തവരുണ്ട്, ഈശോയെ വിശ്വസിക്കാത്തവരുണ്ട്. അവരെയൊക്കെ നയിക്കാൻ വേണ്ടി ഈശോ ഓരോ വഴികൾ കൊടുത്തിട്ടുണ്ട്. അവരെയൊക്കെ രക്ഷിച്ചെടുക്കാൻ, അവരെയൊക്കെ സഹായിക്കാൻ, അവരുടെ പ്രതിസന്ധികളിൽ അവരെ സഹായിക്കാൻ ഈശോ പല വഴികളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ഈശോയെ വിശ്വസിച്ചാലും അവർ ഈശോ വിശ്വസിച്ചില്ലേലും മക്കളോടുള്ള സ്നേഹത്താൽ ഈശോ എല്ലാവരിലേക്കും കരുണ ചൊരിയുന്നുണ്ട്. പക്ഷെ നമ്മളെ, ഈശോയുടെ വചനം ഏറ്റെടുക്കുന്നവരെ, ഈശോയെ വിശ്വസിക്കുന്നവരെ, ഈശോയെ ആരാധിക്കുന്നവരെ, അവരെ സഹായിക്കാൻ ഈശോ ഭരണാധികാരികളെ നിയോഗിക്കുകയല്ല, പകരം ഇസ്രായേലിനെ സ്വന്തം അവകാശമായി അവൻ തെരഞ്ഞെടുത്തു. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന നമ്മളെ, ഈശോയെ ആരാധിക്കുന്ന, നമ്മുടെ സകല തോൽവികളിലും നമ്മുടെ സകല സങ്കടങ്ങളിലും തോറ്റുകൊടുക്കാൻ നമ്മൾ തീരുമാനിക്കാതെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന, വിജയിപ്പിക്കുന്ന, ദൈവത്തെ ആശ്രയിക്കുന്ന നമ്മുടെ മുമ്പിലേക്ക് ഈശോ തന്നിരിക്കുന്ന ഒരു ക്രെഡിറ്റ്, ഒരു ഐഡന്റിറ്റി ഇതാണ്: നിങ്ങൾ എൻ്റെതാണ്. ഇസ്രായേലിനെ സ്വന്തം അവകാശമായി അവൻ തെരഞ്ഞെടുത്തു. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ആ വീടിനെയും നമ്മുടെ ആ കുടുംബത്തെയും നിങ്ങളുടെ ജീവിത പങ്കാളിയെയും നിങ്ങളുടെ മക്കളെയും ഒക്കെ ഓർത്ത് സങ്കടപ്പെട്ടിട്ടില്ലേ? നമ്മൾ ഇരുട്ടിലേക്ക് വീണു പോയിട്ടുണ്ട്. തിരിച്ചറിഞ്ഞേക്കുക, നമ്മളെത്ര പരിശ്രമിച്ചാലും നമ്മളെത്ര അധ്വാനിച്ചാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നതിനൊരു പരിമിതിയുണ്ട്. പക്ഷേ ദൈവം സർവശക്തനാണ്. സങ്കീർത്തനം 93:4 ഉയർന്ന ഗർജനങ്ങളെക്കാൾ കർത്താവ് ശക്തനാണ്. ഈ പ്രശ്നത്തിന് മേൽ അധികാരം ഈശോയ്ക്കാണെങ്കിൽ അവൻ പ്രവർത്തിക്കുമെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് നിറയേണ്ട, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലേക്ക് നിറയേണ്ട ഒരൊറ്റ ബോധ്യം ഇതാണ്: ഞാൻ എൻ്റെ കർത്താവിൻ്റെ അവകാശമാണെങ്കിൽ അവൻ ചെയ്തോളും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തർ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളെ മാത്രം നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്തേക്കുക. ആ പ്രശ്നത്തിലേക്ക് ഈ വചനം 100 മേനി ബലം ചൂടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ സന്തോഷം തോന്നാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു പ്രശ്നം പറയാം. കണ്ണൊക്കെ മിഴിച്ചു വരുന്നുണ്ടല്ലോ, ഞാൻ പറയൂല. ഞാനൊരു
കുഞ്ഞൊരു ഇരുട്ടിലേക്ക് വീണ് പോയൊരു സമയം അടുത്ത കാലത്ത്, നമ്മുടെ ഈ ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ ഇവരടുത്ത കാലത്താണ്. എന്നുവെച്ചാൽ നമ്മുടെ ശുശ്രൂഷകളൊക്കെ നന്നായിട്ട് പോകുന്നു, വചനം പ്രഘോഷിക്കുന്നു, ആരാധന നടത്തുന്നു, ആളുകളെ കാണുന്നു, ധ്യാനങ്ങൾ നയിക്കുന്നു, പല സ്ഥലങ്ങളിൽ പോയിട്ട് വചനം പറഞ്ഞു കൊടുക്കുന്നു, ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പം അങ്ങനെ ഒരാൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നായിരുന്നു എൻ്റെ ചിന്ത. ഞാനൊരു മണ്ടനായതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു. പക്ഷേ ഈശോ കാണിച്ചു തന്നതാണ്, നിനക്കുകൊണ്ട് അടി, അവർക്ക് ചൂരലാണെങ്കിൽ നിനക്ക് മടൽ വെച്ചുള്ള അടി. അപ്പം നമുക്ക് നമ്മുടെ എല്ലാ ജീവിതത്തിലും, ഇപ്പം ഞാൻ ചൂരൽ കിട്ടുന്നു, നിങ്ങൾക്ക് മടൽ വെച്ചായിരിക്കും അടി കിട്ടുന്നത്. പക്ഷേ എനിക്കിപ്പോൾ അടുത്ത കാലത്ത് കിട്ടിയത് നല്ല പൊട്ടം മടൽ വെച്ചിട്ട് അമ്മാരി അടി കിട്ടി. അപ്പം ഞാൻ ചുമ്മാ ഞങ്ങളുടെ അവിടുത്തെ ആരാധന ചാപ്പലൊക്കെ ഇരുന്ന് ചോദിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഈശോയെ ഞമ്മക്കിട്ടിത് വേണ്ടായിരുന്നു, നമ്മൾ നിനക്ക് വേണ്ടി നിൽക്കുന്നതാണല്ലോ. ഇതിനു മുമ്പും ഇങ്ങനത്തെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, സങ്കടങ്ങളും വേദനകളും ഒക്കെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഈശോ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇത് വല്ലാത്തൊരു ഇരുട്ടിലോട്ട് പോകുന്നൊരവസ്ഥയാണ്. ഞാൻ വിചാരിച്ചു കർത്താവേ മടുത്ത് പോവാണ് ഞാൻ. പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളെന്നെ കളിയാക്കും, അതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് ഭയങ്കര മടുപ്പും മടി എല്ലാം കൂടെ വരികയാണ്. എൻ്റെ മുമ്പിൽ ഒരു ഇരുട്ട്. ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വചനങ്ങൾ, ഞാനിത് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ ഒന്നും എൻ്റെ ലൈഫിൽ അങ്ങ് വർക്കൗട്ട് ആകുന്നില്ലാത്ത മൊമെൻറ്റുകൾ. ഞാൻ എൻ്റെ സങ്കടം എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞത്, നീ നിൻ്റെ തന്നെ വീഡിയോ ഒന്ന് എടുത്ത് കാണാ കുട്ടാ എന്ന് പറഞ്ഞു. നിൻ്റെ തന്നെ വീഡിയോ ഒന്ന് എടുത്ത് കാണാൻ പറഞ്ഞു. ഞാനത് എടുത്തു കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ എൻ്റെ വീഡിയോയെ നോക്കിയിട്ട് പറഞ്ഞു, അച്ഛൻ മിണ്ടാണ്ടിരിക്കുന്നു പറഞ്ഞു. എൻ്റെ ഉള്ളിൽ നിന്ന് വേറെ ആരും കേൾക്കാനില്ലാത്തതുകൊണ്ട് ഈ മണ്ടത്തരം ഞാൻ തന്നെ പറഞ്ഞു. ചില സമയത്ത് നമ്മൾ പറഞ്ഞ വചനങ്ങൾ പോലും ശക്തിപ്പെടുത്തുന്നില്ല എന്ന് പോകുന്ന ഒരു വല്ലാത്ത ഇരുട്ടിൻ്റെ മൊമെൻറ്റുകൾ. ഞങ്ങളുടെ ആരാധന ചാപ്പലിൽ പോയിരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കും, കർത്താവേ ഐ നീഡ് എ കം ബാക്ക്, എനിക്കൊന്ന് തിരിച്ചു കയറണം, എനിക്ക് ഈ ഇരുട്ടിൽ നിന്ന് എങ്ങനെ ഒന്ന് കയറണം, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, നീ എന്നെ ഒന്ന് സഹായിക്കും. എൻ്റെ അവസ്ഥ പരമാവധി താഴാൻ പറ്റുന്ന അത്രേ എൻ്റെ ഊപ്പാട് തെറ്റി നിൽക്കുകയാണ് ഈശോ, ഞാൻ പഞ്ചറായി നിൽക്കുകയാണ്, നീ എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കും. ഒരു ഉത്തരവും കിട്ടുന്നില്ല. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനെന്നാ ഈ ആരാധനയ്ക്ക് ഇരുന്നിട്ട് മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പോഴെന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം, ഇപ്പോഴും ഇച്ചിരി മടിയും സങ്കടവും ദേഷ്യവും വേഴമോ ഒക്കെ ഉണ്ട് സാധാരണ അച്ഛനായതുകൊണ്ട്. പക്ഷെ എനിക്കൊരു ബോധ്യം ഈശോ തന്ന ഇതാണ്, നീ കംബാക്കിന് വേണ്ടി, നീ തിരിച്ചു വരവിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത് നീ മടുത്തു. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പഴയ ജീവിതശൈലിയിലേക്ക് തിരിച്ചു പോകണം, നല്ല വിശുദ്ധരായിട്ട് ജീവിക്കണം, കുറച്ചുകൂടെ അധ്വാനിക്കണം, പണ്ടുണ്ടായ അതേ തീക്ഷ്ണതയിൽ ശുശ്രൂഷ ചെയ്യണം, എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രേസിൽ നിന്ന് ആ ഒരു കൃപയുടെ ആ ഒരു ഒഴുക്ക് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് നിന്ന് പോകുന്നു, നമ്മൾ താഴോട്ട് പോകുന്നു, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. മണിക്കൂറുകൾ ആരാധനയ്ക്കിരുന്ന് നമ്മൾ ഇപ്പോൾ ആരാധനയ്ക്ക് ഇരിക്കാൻ തോന്നുന്നില്ല, പള്ളിയിൽ പോകാൻ തോന്നുന്നില്ല, ഈ നന്നായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു, എൻ്റെ കാരണമൊന്നും പിടികിട്ടുന്നില്ല, പെട്ടെന്ന് നമ്മൾ താഴോട്ട് ഇടിഞ്ഞു പോവാണ്, താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെയും ഈശോ ഇങ്ങനെ ഒരു സ്പാർക്ക് നമുക്ക് തരും, തിരിച്ചു വരാം. അതിനൊരു ആഗ്രഹം ഉള്ളിൽ ഈശോ ജനിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഈ ആരാധനയ്ക്ക് പോയിരുന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശോ എനിക്ക് തിരിച്ചു വരണം, എനിക്കിങ്ങനെ വേണ്ട, എനിക്ക് ഇരുട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോരണം. ഉത്തരം ഒന്നും കിട്ടുന്നില്ല. പക്ഷെ കിട്ടിയൊരു ബോധ്യം ഇതാണ്, ഈ തിരിച്ചു വരവ് വേണ്ടി ശ്രമിച്ച് നമ്മളെല്ലാവരും തളരുകയാണ്. നമുക്ക് ആവശ്യമുള്ളത് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നൊരു ദൈവത്തെക്കുറിച്ച് മാത്രമല്ല, there is a God who can give you a breakthrough. ഈ വാക്ക് എൻ്റെ ഉള്ളിൽ കിട്ടിയൊരു ബോധ്യമാണ്. നോട്ട് കം ബാക്ക് ബട്ട് ബ്രേക്ക് ത്രൂ. തിരിച്ചു വരവല്ല, ചിതറിച്ച് കളയാൻ പറ്റുന്നൊരു ദൈവം. പണ്ടെങ്ങാണ്ടോ വായിച്ചൊരു വചനഭാഗം എൻ്റെ ഉള്ളിലോട്ട് അന്ന് കയറി വന്നതാണ്. ആരാധന ചാപ്പലിൽ ഇരുന്ന് എൻ്റെ ഉള്ളിലോട്ട് വന്നൊരു വചനഭാഗമാണ് ഈ ബ്രേക്ക് ത്രൂ. പണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് വർക്കൗട്ടായത്, ആ വചനം 100 മേനി ബലം ചൂടിയത് ഞാൻ എൻ്റെ ഏറ്റവും താഴെ ഒരു അവസ്ഥയിൽ, ഏറ്റവും ഇരുട്ടിൽ, ഒരു പ്രതീക്ഷയില്ലാത്തൊരു ദിവസമാണ് ആ വചനം എൻ്റെ ഉള്ളിൽ വർക്കൗട്ടാകാൻ തുടങ്ങി. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് സാമൂൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം, അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിലാണ്. സാമൂൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം, അതിൻ്റെ 5-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സഹനങ്ങളുടെ മുമ്പിൽ നിങ്ങളിങ്ങനെ തോറ്റു നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രതീക്ഷ മുഴുവൻ തളർന്നു നിൽക്കുകയാണ്, കർത്താവെ, പ്രത്യേകിച്ച് പേഴ്സണൽ ലൈഫിലൊക്കെ ഒരു തിരിച്ചുവരവിന് വേണ്ടി കൂടുതൽ തീക്ഷ്ണതയോടെ ഒന്നുകൂടി ഈശോയിലേക്ക് അടുക്കണം എന്നൊക്കെ ഒരാഗ്രഹം കൊണ്ട് പറ്റുന്നില്ല. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ ബോധ്യത്തെക്കുറിച്ച് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സാമൂൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. നമ്മളവിടെ ഇങ്ങനെ വായിക്കും, ദാവീദ് ബാൽപെരാസിമിൽ വെച്ച് അവരെ തോൽപ്പിച്ചു, വെള്ളച്ചാട്ടം പോലെ കർത്താവ് എൻ്റെ ശത്രുക്കളെ എൻ്റെ മുൻപിൽ ചിതറിച്ചു എന്ന് അവൻ പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. ദാവീദിന്റെ മുമ്പിൽ ശത്രുക്കളും നിൽക്കുകയാണ്, ഫിലിസ്ത്യർ. ദാവീദ് രാജാവായി എന്ന് അറിഞ്ഞ ഉടനെ അവനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങാണ്. അവനെ ഒന്ന് നിലത്തിരുത്താൻ പോലും അവർ അനുവദിക്കുന്നില്ല, സിംഹാസനത്തിൽ സമാധാനത്തോടെ ഇരിക്കാൻ അവനെ അനുവദിക്കുന്നില്ല. അപ്പം ആ ശത്രുക്കൾ അവനെതിരെ പടക്കോപ്പുകൾ ഒരുക്കുകയാണ്, അവനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവവുമായിട്ട് റിലേറ്റ് ചെയ്യുക.
നമുക്ക് സമാധാനം തരാത്ത ഒത്തിരി അവസ്ഥകളുണ്ട്. നമ്മുടെ തന്നെ പേഴ്സണൽ ക്രൈസിസുകളായിരിക്കാം, നമ്മുടെ തന്നെ കുറവുകളായിരിക്കാം, മനുഷ്യരോ തിന്മയോ നമുക്കെതിരെ ഒരുക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങളായിരിക്കാം. നമ്മൾ ഇതെല്ലാം ഒന്ന് മാറിക്കിട്ടണം, ഈ സങ്കടങ്ങൾ മാറണം, ഈ വേദനകൾ മാറണം, ഒന്ന് തിരിച്ചു കയറി വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നിന്നവര്, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നവര്, വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ചവര്, ഒരിക്കൽ അഭിമാനിക്കാവുന്ന ഒരു കഴിഞ്ഞ കാലം ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിരുന്നവർ പെട്ടെന്നൊരു അടിഞ്ഞുപോയി, വീണുപോയി, തകർന്ന് തരിപ്പണായി 0 ലെവലിൽ എത്തി നിൽക്കുകയാണ്. ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, കർത്താവെ തിരിച്ചു കയറി വരണം, പറ്റുന്നില്ല. ഈ പറ്റുന്നില്ലാത്ത ഒരു അവസ്ഥയിൽ കൺമുമ്പിലുള്ള ആ തടസ്സത്തെ നോക്കി നിങ്ങൾ തിരിച്ചറിയേണ്ടതും നിങ്ങൾ വിശ്വസിക്കേണ്ടതും നിങ്ങൾ ഏറ്റുപറയേണ്ടതും ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ ശക്തി കൂടിയാണ്. എന്നെ തിരിച്ചു വരാൻ സഹായിക്കുന്ന ദൈവം മാത്രമല്ല, എൻ്റെ കൺമുമ്പിലുള്ള ഈ മതിലുകളെ, ഈ തടസ്സങ്ങളെ ചിതറിച്ച് എനിക്കൊരു ബ്രേക്ക് ത്രൂ തരാൻ പറ്റുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ആ സംഭവം നടന്നത് ഇന്നലെയാണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് എനിക്ക് തിരിച്ചു കയറി വരാൻ പറ്റിയത് ഇന്നലെയാണ്. സോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടുത്തൊരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ എൻ്റെ ഒരു നോട്ട് ബുക്കിൽ ഞാൻ ഇങ്ങനെ എഴുതി വെച്ച്, കർത്താവേ തിരിച്ചു വരാനൊരു ശക്തി എനിക്കില്ല, പക്ഷേ എനിക്കൊരു തുറവി തരാൻ ശക്തി നിനക്കുണ്ട്. ഐ എം നോട്ട് സ്ട്രോങ് ഇനഫ് ടു മേക്ക് എ കം ബാക്ക്, ബട്ട് യു ആർ മൈറ്റി ഇനഫ് ടു ഗിവ് മീ എ ബ്രേക്ക് ത്രൂ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ സങ്കടത്തിൽ നിന്ന്, ഈ വേദനയിൽ നിന്ന്, ഈ ഇരുട്ടിൽ നിന്ന്, ഈ ശൂന്യതയിൽ നിന്ന് തിരിച്ചു കയറി വരാനുള്ള ശക്തി എനിക്കില്ല, പക്ഷേ എനിക്കൊരു ബ്രേക്ക് ത്രൂ തരാൻ നിനക്ക് ശക്തിയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. സങ്കീർത്തനം 86:16 മറന്നു പോകരുത്. ഈ ദാസന് അങ്ങയുടെ ശക്തി നൽകണമേ. ആ ശക്തി ഉണ്ടെങ്കിൽ ഈ മതിലിനെ നമ്മൾ ചിതറിക്കുന്നല്ല, ഈശോ കൺമുമ്പിൽ ചിതറിച്ചു തരും. പറഞ്ഞേ ഹല്ലേലൂയാ. ദാവീദ് 3-ാമത്തെ സങ്കീർത്തനം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ, ശത്രുക്കൾ അസംഖ്യമാണ്, ശത്രുക്കൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തതാണ്, പക്ഷെ എൻ്റെ ശത്രുക്കളെ എൻ്റെ കൺമുമ്പിൽ വെള്ളച്ചാട്ടത്തിൽ ചിറയെന്ന പോലെ ചിതറിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. വിശ്വാസത്തോട് പറ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. മിക്കാ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം, മിക്കാ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വളരെ വലിയൊരു അഭിഷേകത്തിൻ്റെ ഒരു വചനാണ്. മിക്ക 7 മുതൽ, എന്നാൽ ഞാൻ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തും, എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും, ആ ദൈവത്തോട് ഞാൻ വിളിച്ചപേക്ഷിക്കും, ആ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. കഴിഞ്ഞ് തൊട്ടടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ്, മിക്ക പ്രവാചകരുടെ കർത്താവ് നമുക്കൊരു ബോധ്യമായിട്ട് തരുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടത്തിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. നമ്മളെ തകർക്കാൻ ശ്രമിച്ച സങ്കടങ്ങളോടും വേദനകളോടും നമ്മുടെ നിരാശകളോടും നമ്മുടെ മുമ്പിൽ ഉത്തരം കിട്ടാത്ത ആ ചോദ്യങ്ങളുടെ മുമ്പിലും നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന ആ പർവ്വതങ്ങൾ, ആ തിരമാലകളുടെ മുമ്പിലും നമ്മളെ തകർക്കാൻ ശ്രമിച്ച ആ ഓർമ്മകൾ, വ്യക്തികൾ, സ്ഥലങ്ങൾ, സാഹചര്യങ്ങളൊക്കെ മുമ്പിൽ നിന്ന് നെഞ്ചു നിവർത്തി തലയോർത്ത് നമ്മൾ പറയേണ്ട ഒറ്റ കാര്യം ഇതാണ്: എൻ്റെ ശത്രുക്കളെ നിങ്ങൾ എന്നെ ഓർത്ത് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഇരുട്ടത്തിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തി തരികയും ചെയ്യുന്നതുവരെ ഞാൻ കർത്താവിൻ്റെ രോഷം സഹിക്കും. ആ രോഷം എന്ന വാക്കിൽ ഫോക്കസ് ചെയ്യരുത്. ആ രോഷം ചിലപ്പോൾ നമുക്കുള്ള പരീക്ഷണങ്ങളായിരിക്കാം, പക്ഷെ നമ്മൾ കാത്തിരിക്കുകയാണ്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും എനിക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നത് വരെ ഞാൻ കാത്തിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ അവിടുത്തേക്കെതിരായി പാപം ചെയ്തു പോയി, അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും, ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും. ഈ ഇരുട്ടത്തിരിക്കുമ്പോഴും, ഈ വേദനയിലിരിക്കുമ്പോഴും, ഈ നിരാശയിലിരിക്കുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ട ബോധ്യങ്ങളിലൊന്ന്, ഈ രാത്രിയിൽ കിട്ടിയ ബോധ്യങ്ങളിൽ കുറേ എണ്ണങ്ങളിൽ ഒന്നും ഇതായിരിക്കണം: ഈ ഇരുട്ടത്തും എനിക്ക് വെളിച്ചമായിരിക്കാൻ പറ്റുന്ന ഒരു ദൈവം, എന്നെ നയിക്കുന്ന ഒരു ദൈവം, എനിക്ക് പരീക്ഷണങ്ങൾ അനുവദിച്ചാലും അതിനെ അതിജീവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവം, എനിക്കൊരു തിരിച്ചുവരവിന് എനിക്ക് പറ്റുന്നില്ലെങ്കിലും എൻ്റെ മുമ്പിൽ ഈ വേദനകളെ ചിതറിച്ച് കളയാൻ പറ്റുന്ന ഒരു ദൈവം, എൻ്റെ മുമ്പിലുള്ള ഇരുട്ടിൽ ഒരു വെളിച്ചമായി നിൽക്കാൻ പറ്റുന്ന ഒരു ദൈവം, ആ ദൈവം ഇടപെട്ടുക തന്നെ ചെയ്യും. എൻ്റെ ഭവനത്തിൽ, എൻ്റെ ഇരുട്ടിൽ, എൻ്റെ വേദനയിൽ അവൻ ഇടപെടും. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഒന്ന് ഏറ്റു പറഞ്ഞേ: നിന്റെ മതിലുകൾ, ഉറക്കെ പറഞ്ഞേ, നിന്റെ മതിലുകൾ പുനരുദ്ധരിക്കപ്പെടുന്ന ദിനം വരുന്നു. ഒരുമിച്ച് പറഞ്ഞേ: നിന്റെ മതിലുകൾ പുനരുദ്ധരിക്കപ്പെടുന്ന ദിനം വരുന്നു. അന്ന് നിന്റെ അതിരുകൾ വിസ്തൃതമാകും. അന്ന് നിന്റെ അതിരുകൾ വിസ്തൃതമാകും. പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പം മുമ്പിൽ മതിലുകളാണ്, ഇപ്പം മുമ്പിൽ തടസ്സങ്ങളാണ്, ഇപ്പം മുമ്പിൽ ഇരുട്ടാണ്. പക്ഷെ കർത്താവ് പ്രവർത്തിക്കുന്ന ആ ദിവസം
ആ രാത്രി, ഈ മണിക്കൂറുകളിൽ എൻ്റെ മുമ്പിലുള്ളതെല്ലാം വെള്ളച്ചാട്ടത്തിൽ ചിറയുന്ന പോലെ കർത്താവ് ചിതറിക്കും. എൻ്റെ അതിരുകളെ കർത്താവ് വിസ്തൃതമാക്കും. അതിരുകളെ വിസ്തൃതമാക്കുമെന്ന് വെച്ചാൽ ഈ തടസ്സങ്ങളെ അവൻ ചിതറിച്ച് കളയും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അവിടുത്തെ ശക്തിയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. ആ പരിശുദ്ധനായ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. അവിടുത്തെ കൃപയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. കരങ്ങൾ രണ്ടൊന്നും ഉയർത്തി എല്ലാ കൃപയും അറിയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ശക്തമായിട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. സങ്കീർത്തനം 3 ഒന്നെടുക്കാമോ? 3-ാമത്തെ സങ്കീർത്തനം. രാത്രിയിൽ സാധിക്കുമെങ്കിൽ ഇന്ന് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് പേഴ്സണലായിട്ട് ആ സങ്കീർത്തനം ഒന്ന് മുഴുവനായിട്ടൊന്ന് വായിച്ച് പ്രാർത്ഥിച്ചിട്ട് 2-3 വട്ടമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കുക. ഇന്ന് രാത്രി നിങ്ങൾ വിശ്രമിക്കുന്നതിന് മുമ്പ് അപകടത്തിൽ ആശ്രയമായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന സങ്കീർത്തനമാണ് 3-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ 1-2 വാക്യങ്ങളാണ് നമ്മൾ മുമ്പേ ഒന്ന് വായിച്ചത്. കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകർ എന്നെ എതിർക്കുന്നു, ദൈവം അവനെ സഹായിക്കില്ലെന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു. 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും, എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ശത്രുക്കൾ അസംഖ്യമാണ്, ദൈവം പോലും സഹായിക്കില്ലെന്ന് മനുഷ്യർ പറയുന്നു. പക്ഷെ എനിക്ക് സഹായമായി, എനിക്ക് രക്ഷയായി ദൈവം കൂടെയുണ്ട്. എൻ്റെ തല താഴ്ത്തിക്കളയുന്ന 100,000 മനുഷ്യർ, എന്നെ ശിരസ്സുയർത്തിപ്പിടിക്കുന്ന ഒരാൾ ഈശോ. എൻ്റെ ശിരസ്സുയർത്തിപ്പിടിക്കുന്നതും അവിടുന്ന് തന്നെ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തർ പറഞ്ഞേ ഹല്ലേലൂയ. 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000-ങ്ങളെ ഞാൻ ഭയപ്പെടില്ല. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കെതിരെ പാളയമടിച്ചിരിക്കുന്നു ശത്രുഗണങ്ങളോ, രോഗങ്ങളോ, വേദനകളോ, സങ്കടങ്ങളോ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളോ. നിങ്ങളുടെ പ്രശ്നത്തെ എന്ത് പേരിട്ട് വേണേലും വിളിച്ചോ. 10,000-ങ്ങൾ ശത്രുക്കൾ, അസംഖ്യം ശത്രുക്കൾ നമ്മുടെ ചുറ്റും പാളയമടിച്ചിരിക്കുന്നു. പക്ഷേ രക്ഷാകവചമായി, ശിലയായി, അഭയദുർഗമായി ദൈവം കൂടെയുണ്ട്. നിന്റെ ശിരസ്സുയർത്തിപ്പിടിക്കുന്ന ഒരു ദൈവം നിന്നെ ശാന്തമായി കിടന്നുറങ്ങാനും എഴുന്നേൽക്കാനും പ്രത്യാശയുടെ മുമ്പോട്ട് പോകാനും ശക്തി നൽകുന്ന ഒരു ദൈവം, ഒരു രാജാവ് നമ്മുടെ കൂടെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം എടുക്കാമോ? ഈ പ്രതിസന്ധികളുടെ ഇടയിൽ കർത്താവ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. നമ്മൾ ഈ ഒരു വചനഭാഗം കൂടെ, ഈ ഒരു കുഞ്ഞു കാര്യം കൂടെ ചിന്തിച്ചിട്ട് നമ്മളുടെ നമ്മുടെ പ്രാർത്ഥനയിൽ ഈശോയ്ക്ക് എല്ലാം നമ്മളൊന്ന് കൊടുത്തൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. 3-ാമത്തെ അധ്യായം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം. മുഴുവനായിട്ട് വായിക്കേണ്ടതില്ല, പിന്നീട് സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് പേഴ്സണലി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അവിടെ അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ജെറുസലേമിൽ അരാജകത്വം. എന്ന് വെച്ചാൽ രാജാവില്ലാത്തൊരവസ്ഥ, സകലരും പാപങ്ങളിലും വീഴ്ചകളിലുമൊക്കെ വീണ്ടും വീണ്ടും വീണു പോകുന്ന ചില അവസ്ഥ, സഹായിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥ, ജനം മുഴുവനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥ, ജെറുസലേമിൽ അരാജകത്വം. ആ സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ ഒരു ദർശനം കാണുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ യെശയ്യാ ഒരു ദർശനം കാണുകയാണ്. സ്വർഗം കാണുന്നു, ദൈവത്തെ കാണുന്നു, സിംഹാസനസ്ഥനായ ദൈവത്തെ. ആ ദൈവത്തെ മാലാഖമാർ പരിശുദ്ധനെന്ന് പാടി ആരാധിക്കുന്നത് കാണുന്നു. ഒരു മാലാഖ, ഒരു സെറാഫ് ഇറങ്ങി വരുന്നു, യെശയ്യായെ സ്പർശിക്കുന്നു, അവൻ്റെ പാപങ്ങളെല്ലാം എടുത്തു മാറ്റുന്നു, അവൻ്റെ കണ്ണുകളെ തുറന്നു കൊടുക്കുന്നു. വചനഭാഗമൊക്കെ പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾ ധ്യാനിച്ച് വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അവിടെ ഈ കണ്ണ് തുറന്നു കിട്ടിക്കഴിഞ്ഞ് നാവ് ശുദ്ധമാക്കപ്പെട്ട് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടതിന് ശേഷം യെശയ്യാ പ്രവാചകൻ ഇനി കാണാൻ പോകുന്നത് മുഴുവൻ ഈശോയെക്കുറിച്ചാണ്. നല്ല ശ്രദ്ധയോടെ അതൊന്ന് വായിച്ചു നോക്കണം. പിന്നീട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 അധ്യായങ്ങളുണ്ട്. നല്ല ശ്രദ്ധയോടെ അത് വായിക്കുമ്പോൾ പിടികിട്ടും. ജെറുസലേമിലെ സാഹചര്യം, യൂദായിലെ സാഹചര്യം അരാജകത്വമാണ്. നയിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ. പക്ഷെ ആ ജനത്തിനെ സഹായിക്കാനുള്ള ഒരാൾ വരുന്നു എന്നൊരു സൂചന യെശയ്യായ്ക്ക് കിട്ടുകയാണ്. 6-ാമത്തെ അധ്യായത്തിൽ അതിനൊരു മുന്നാസ്വാദനമായിട്ട് സ്വർഗം തുറക്കപ്പെടുന്ന യെശയ്യാ കാണുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം കാണുന്നു, അയാൾ ശുദ്ധീകരിക്കപ്പെടുന്നു. ശുദ്ധീകരിക്കപ്പെട്ട ഉടനെ യെശയ്യായ്ക്ക് കിട്ടുന്ന ദിവ്യദർശനങ്ങളൊന്ന് 7-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലാണ്. അടയാളം ആവശ്യപ്പെടുന്നുണ്ട് യെശയ്യാ ഇങ്ങനെ. 11-ാമത്തെ വാക്യത്തിൽ 7:11 യെശയ്യാ ഇങ്ങനെ അടയാളം ആവശ്യപ്പെടുന്നുണ്ട്: നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക, അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. എൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: വലിയൊരു അടയാളം. ഈ അരാജകത്വത്തിൽ, ഈ ഇരുട്ടിൽ, ഈ പ്രത്യാശയില്ലാത്ത പകലുകളിൽ, നമ്മൾ സങ്കടപ്പെട്ടു പോകുന്ന ഈ രാത്രികളിൽ നമ്മൾ ഈശോയോട് ചോദിക്കുകയാണ്: കർത്താവേ, എനിക്കൊരു അടയാളം വേണം. ഈ കേട്ട വചനങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്നും ഈ വചനമെല്ലാം സത്യമാണെന്നും
ഈ വചനമെല്ലാം എന്നെ രക്ഷിക്കുമെന്നും ഈ വചനം എന്നെ സൗഖ്യപ്പെടുത്തുമെന്നും സമാധാനം നൽകുമെന്നും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നും എനിക്കൊരു അടയാളം തരിക. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഉത്തരം കിട്ടുന്നത് ഇങ്ങനെയാണ്, 14-ാമത്തെ വാക്യം. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. മനുഷ്യരല്ല, പ്രവാചകന്മാരല്ല, കർത്താവ് തന്നെ നിനക്കൊരു അടയാളം തരും. അടയാളം ഇതാണ്, യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ നമുക്കുള്ള അടയാളം എന്താണ്? നമ്മൾ ഈ ആദ്യം മുതൽ ചിന്തിച്ച ഭാഗം എല്ലാം ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ്. ഈശോ എന്ന സുവിശേഷം, രക്ഷകൻ, അവൻ ജീവിക്കുന്നു, അവൻ എൻ്റെ കൂടെയുണ്ട്. ഈ പ്രതിസന്ധികൾ പക്ഷെ ആ സൈഡിലുണ്ട്. പക്ഷെ ആ പ്രതിസന്ധികളെക്കാൾ കർത്താവിൻ്റെ ശബ്ദമുയർന്നതാണ്. ആ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ആ ദൈവം പ്രവർത്തിക്കുന്നത് എൻ്റെ തിരിച്ചുവരവിലൂടെ അല്ല, എൻ്റെ മുമ്പിൽ ഇതെല്ലാം ചിതറിച്ച് കളഞ്ഞുകൊണ്ടാണ്. ശക്തനായൊരു ദൈവം, ആ ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, അങ്ങനെ നീ ഇടപെടുമെന്ന് എനിക്കൊരു അടയാളം തരിക. അടയാളം ജീവിക്കുന്ന ദൈവം, ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ എന്ന വാക്ക് തന്നെയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. പഴയ നിയമത്തിൽ ഏറ്റവും അധികം ആവർത്തിച്ചുള്ള വാഗ്ദാനങ്ങളിലൊന്നാണ് ദൈവം നമ്മോട് കൂടെ. നമ്മൾ ചോദിക്കുന്നതും നമുക്ക് കിട്ടാൻ പോകുന്നതുമായ ഏറ്റവും വലിയ അടയാളം, ബോധ്യം, നമ്മളെ ശക്തിപ്പെടുത്തുന്ന, വിശുദ്ധ ഗ്രന്ഥത്തിലെ ആയിരക്കണക്കിന് വചനങ്ങളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട വാക്കും ബോധ്യവും പ്രത്യാശയും പ്രവചനവും ഇതാണ്, ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. പറഞ്ഞേ ഹല്ലേലൂയാ. ഇവിടെ ഈ സങ്കടത്തിൽ, ഈ വേദനയിൽ അവൻ കൂടെയുണ്ട്. നീ ഭവനത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ, നീ ജോലി ചെയ്യുമ്പോൾ, നീ വീണ് കിടക്കുമ്പോൾ ഈ പ്രവചനം നീ ഓർക്കണം, ദൈവം നമ്മോട് കൂടെ. പറഞ്ഞേ ഹല്ലേലൂയാ. ആ വരുന്ന ദൈവം എങ്ങനെ വരുന്നു, എങ്ങനെയാണ് അവൻ അധികാരം ഏറ്റെടുക്കുന്നെന്നുള്ള പിന്നീടുള്ള പ്രവചനങ്ങൾ ഇങ്ങനെയാണ്. 9-ാമത്തെ അധ്യായം, ഭാവി രാജാവ്, ഈ ഇമ്മാനുവൽ, ഈ ദൈവം വരുന്നത് ഒരു രാജാവായിട്ടാണെന്ന് 9-ാമത്തെ അധ്യായത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. 9-ാമത്തെ അധ്യായം 1-ാം വാക്യം, ആ രാജാവ് വരുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു അനുഗ്രഹം. എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും. ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും. വചനങ്ങളെല്ലാം ഒന്ന് കണക്ട് ചെയ്യണേ. ഇരുട്ടത്തിരുന്നാലും കർത്താവിൻ്റെ വെളിച്ചമായിരിക്കും. ആ വെളിച്ചം ഈശോ തന്നെയാണ്. ആ അടയാളം ഈശോ തന്നെയാണ്. ഈശോയെ രക്ഷകനും നാഥനും കർത്താവുമായിട്ട് നമ്മൾ ഏറ്റെടുത്താൽ, നമ്മൾ സ്വീകരിച്ചാൽ ഈ ഇരുട്ടിൽ പ്രകാശം തെളിയും. മറ്റൊരു രക്ഷയും നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല, മറ്റൊന്നും നമുക്ക് അടിസ്ഥാനമായിട്ടുണ്ടാവില്ല, മറ്റൊന്നും നമുക്ക് സമാധാനം തരാൻ പോകുന്നില്ല, നമ്മുടെ ഒരു പ്രശ്നത്തിനും പരിഹാരം മറ്റാരും തരാൻ പോകുന്നില്ല. ഈശോ എന്ന നിത്യ വെളിച്ചം, ഈശോ എന്ന പ്രകാശം, ഈശോ എന്ന ഏക രക്ഷകൻ, ഏക കർത്താവ്, അവിടുത്തെ സ്വീകരിക്കുക, അവിടുത്തെ സുവിശേഷം സ്വീകരിക്കുക, അവൻ ജീവിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക, അവൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ഈ രാജാവ് വീട്ടിലിട്ട് ഈ പ്രതിസന്ധിയിലേക്ക്, ഈ ഇരുട്ടിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം മാറും. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, ആദ്യകാലങ്ങളിൽ സെബുലോണിന്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി, എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാനക്കരയുള്ള ദേശത്തെ, ജനതകളുടെ ഗലീലയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. 1, ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. 2, അവൻ മഹത്വം നൽകും. 2-ാം വാക്ക് ഇങ്ങനെയാണ്, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം ഒരു പ്രകാശം കണ്ടു. അന്ധകാരത്തിൽ കഴിഞ്ഞ ഒരു ജനം പ്രകാശം കണ്ടു. ആരാണ് പ്രകാശം? ആരാണ് പ്രകാശം? ഈശോ. ഈശോ മാത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞു കുഞ്ഞു മിന്നാമിനുങ്ങളും കുഞ്ഞു കുഞ്ഞു വഴിവിളക്കുകളും കുഞ്ഞു കുഞ്ഞു വെട്ടങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ തെളിയും. അത് നമ്മളെ നയിക്കുന്നവരായിരിക്കാം, നമ്മുടെ സ്പിരിച്വൽ ഫാദേഴ്സ് ആയിരിക്കാം, നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നവരായിരിക്കാം, ഒരച്ഛനോ ഒരു സിസ്റ്ററോ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയോ ഒക്കെ ആയിരിക്കാം, കേട്ട ഒരു ബോധ്യമായിരിക്കാം. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു വഴിവിളക്കുകളാണ്, കുഞ്ഞു കുഞ്ഞു മിന്നാമിനുകളാണ്. ആരിലേക്ക് എത്താൻ? ഈശോയിലേക്ക്, യഥാർത്ഥ പ്രകാശത്തിലേക്ക് എത്താൻ. മനുഷ്യർക്ക് നമുക്ക് വെളിച്ചം തരാൻ ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് പരിമിതികളുണ്ട്. എന്നാൽ നിത്യം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ഈശോയിലേക്ക് നോക്കുക, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. പറഞ്ഞേ ഹല്ലേലൂയാ. വലതുവരുത്തി ശക്തിയോടെ സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. 9-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിച്ചു കേൾക്കുക. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. എന്ന് വെച്ചാൽ നമുക്ക് ശക്തനായ ഒരു ദൈവമുണ്ടെന്നും ആ രാജാവ് വലിയ ശക്തിയോടെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടെന്നും ഈ ഇരുട്ടിൽ നമുക്കൊരു ബോധ്യം കിട്ടണം. 11-ാമത്തെ അധ്യായത്തിലും ആ രാജാവിനെ കുറിച്ച് നമ്മൾ പറയുകയാണ്. അങ്ങനെ ഒരു രാജാവ് നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് 12-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കും. യെശയ്യാ 12 അതിൻ്റെ 1-2. അന്ന് നീ പറയും, കർത്താവേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയും. അങ്ങനോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു.
കർത്താവിന് നമുക്ക് ഇനിയുള്ള സമയങ്ങളിൽ ചെയ്യേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒത്തിരി യാചനകളും നമ്മൾ ഒത്തിരി പ്രാർത്ഥനകളും സമർപ്പിക്കുമ്പോൾ മറന്നുപോകാൻ പാടില്ലാത്ത വലിയൊരു കാര്യമാണ് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില നിയോഗങ്ങളുണ്ടാവും. ഇന്ന് ഈ ആരാധനയിൽ നിങ്ങൾ സ്പെഷ്യലായിട്ട്, ഇന്ന് ഈ വചന ശുശ്രൂഷയിലെ ജാഗ്രത പ്രാർത്ഥനയിൽ നിങ്ങൾ സ്പെഷ്യലായിട്ട് വെച്ചിരിക്കുന്ന ചില നിയോഗങ്ങൾ ഉണ്ടായിരിക്കാം. അത് നടന്നു കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. പക്ഷേ ഈശോ നമ്മുടെ ഉള്ളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ആത്മീയതയിൽ ഒരുപക്ഷെ അന്യം നിന്ന് പോയൊരു കാര്യമായിരിക്കാം ഈ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മളൊരു പ്രതിസന്ധിയിലാണ്, ഇപ്പം നമ്മളൊരു വേദനയിലാണ്, നന്ദി പറയാൻ പറ്റുന്ന ഒരു മൊമെൻറ്റിലായിരിക്കില്ല. പക്ഷേ ഈശോ ആഗ്രഹിക്കുന്ന ഇതാണ്. ഇപ്പം ഈ രോഗം മാറാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്നത്, നേരത്തെ ഒരു രോഗം ഉണ്ടായിരുന്നല്ലോ, അത് മാറിയിട്ട് നന്ദി പറഞ്ഞോ. ഇപ്പം ഈ കടം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇപ്പം ഈ പ്രശ്നം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ആത്മശോധന ചെയ്യേണ്ട, നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇതിനു മുമ്പ് രോഗങ്ങളും കടങ്ങളും വേദനകളും സങ്കടങ്ങളും ഉണ്ടായി, അതിനെ അതിജീവിക്കാൻ ഈശോ ശക്തി നൽകി, നന്ദി പറഞ്ഞോ, നന്ദി പറഞ്ഞോ എന്നുള്ളത് ചിന്തിക്കണം. ആ രാജാവിൻ്റെ അധികാരത്തിന് വേണ്ടി, ആ രാജാവിൻ്റെ ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈശോ ഇടപെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ ചോദിക്കേണ്ടതും നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതുമായ കാര്യം അതാണ്, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ആ നന്ദി പറയുമ്പോൾ കർത്താവിൻ്റെ ശക്തി വീണ്ടും നമ്മളിലേക്ക് നിറയും. പഴയ നിയമത്തിൽ സുന്ദരമായ ഒരു എഴുത്ത് ഇങ്ങനെ കാണുന്നുണ്ട്. സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, ഇസ്രായേൽ ജനം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരു സമയത്ത് പ്രവാചകനായ സാമുവേൽ മിസ്പായ്ക്കും ജഷാനായ്ക്കും, 2 സ്ഥലങ്ങളുടെ പേരാണ്, മിസ്പായ്ക്കും ജഷാനായ്ക്കും മധ്യേ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് ആ സ്ഥലത്തിന് ഒരു പേരിടുന്നുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരിങ്ങനെയാണ്, എബനേസർ. എബനേസർ, അതിൻ്റെ അർത്ഥം ഇതുവരെ ദൈവം സഹായിച്ചു, ഇതുവരെ ദൈവം സഹായിച്ചു. ആ വാക്കിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു അർത്ഥമുണ്ട്. ഇതുവരെ ദൈവം സഹായിച്ചു എന്ന് പറയുമ്പോൾ അതൊരു നന്ദി പ്രകാശനമാണ്. മുമ്പിൽ ശത്രുക്കൾ നിൽക്കുകയാണ്, മുമ്പിൽ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്, നമ്മൾ ഇരുട്ടിലാണ്, നമ്മൾ വേദനയിലാണ്. പക്ഷേ ഇന്ന് ഈ നിയോഗങ്ങൾ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്, മനോഭാവം ഇതാണ്, എബനേസർ, ഇതുവരെ സഹായിച്ചു, അതിന് നന്ദി പറയുക. അങ്ങനെ ഇതുവരെ സഹായിച്ചെങ്കിൽ, അങ്ങനെ ഒരു നന്ദി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഒരു ബോധ്യം കൂടി നിറയും, ഇതുവരെ നിർത്തിയവൻ, ഇതുവരെ നടത്തിയവൻ, ഇതുവരെ സഹായിച്ചവൻ ഇനിയും സഹായിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ 12:1-2 വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കണം. അന്ന് നീ പറയും, കർത്താവേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയും, അങ്ങെന്നോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. 2-ാം വാക്യം ഇങ്ങനെയാണ്, ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല, എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. നേരിട്ട് പറഞ്ഞേ, ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല, എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കും. യൂദായുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു, അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു, സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട്. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ദൈവം ഇറങ്ങി വരും, അവിടുന്ന് പ്രവർത്തിക്കും, അവിടുന്ന് നിങ്ങളുടെ ഈ ക്രൈസിസിൽ, നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ ഇരുട്ടിൽ അവിടുന്ന് വെളിച്ചം തരും. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 11-ാം വാക്യം ഇങ്ങനെയാണ്, യെശയ്യാ 40:11, ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടങ്ങളെ മേയിക്കുന്നു, അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോട് അണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടയനെ പോലെ ഇനി കർത്താവ് നയിച്ചോളും. ഇപ്പം നമ്മൾ നമ്മുടേതായ വഴികളിൽ ഇറങ്ങി, ഇപ്പം നമ്മൾ നമ്മുടേതായ പരിശ്രമങ്ങൾ നടത്തി, നമ്മൾ മടുത്തു, നമ്മൾ തിരിച്ചു വരവിന് വേണ്ടി ആഗ്രഹിച്ചു, തിരിച്ചു പോയി, തിരിച്ചു വരവ് പ്രതീക്ഷിച്ച് നമ്മൾ പിന്നെയും പഴയ വഴിയിലേക്കൊക്കെ തിരിച്ചുപോയി. പക്ഷെ കർത്താവ് നമ്മൾക്ക് വേണ്ടി ഒരു ഇടയനായിട്ട്, ഒരു രാജാവായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. നിന്റെ സമാധാനത്തിൻ്റെ രാജാവ്, ശക്തനായ ദൈവം, ഇടപെടുന്നൊരു കർത്താവ്, ചിതറിച്ച് തരുന്ന ഒരു ദൈവം. ആ ദൈവം രാജാവാണ്. ആ രാജാവ് നിനക്ക് വേണ്ടി നല്ലത് ഒരുക്കി വെച്ചിരിക്കുന്നു. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ 60:1 നമ്മളിങ്ങനെ ഒരുമിച്ച് വായിച്ച് ധ്യാനിച്ചിട്ടുള്ള ഒരു വലിയ വചനഭാഗമാണ്, ഒത്തിരി തവണ വായിച്ച വചനഭാഗമാണ്. യെശയ്യാ 60:1, ഉണർന്ന് പ്രശോഭിക്കുക, ഉണർന്ന് പ്രശോഭിക്കുക. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ വെളിച്ചം നിന്റെ മേൽ പതിച്ചിരിക്കുന്നു. നമ്മൾ ഇരുട്ടിലായിരിക്കുമ്പോഴും, നമ്മൾ വേദനയിലായിരിക്കുമ്പോഴും, ഈ രാത്രിയിൽ ഈ ഒരു വചന ശുശ്രൂഷ നിങ്ങൾ കേൾക്കുന്ന ഈ സമയത്ത്, ഈ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഉണർന്ന് പ്രശോഭിക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്, എഴുന്നേൽക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. ഈശോയുടെ പ്രകാശം നിങ്ങളുടെ മേൽ ഉദിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ 66 വലിയൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവസാനിപ്പിക്കുക. ഗർഭത്തോളം എത്തിച്ചിട്ട് ഞാൻ അവിടെ നിർത്തിക്കളയുമോ? പ്രസവത്തോളം എത്തിച്ചിട്ട് ഞാൻ നിർത്തിക്കളയോ? കർത്താവിൻ്റെ വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ പിന്നാമ്പുറത്ത് കിടക്കുന്ന ഇങ്ങനെയാണ്, ഇതുവരെ നിന്നെ സഹായിച്ച് ഞാൻ ഇനിയും
സഹായിക്കില്ലേ? ഇതുവരെ രക്ഷിച്ചെടുത്ത ഞാൻ ഇനിയും രക്ഷിക്കില്ലേ? ഇതുവരെ ഉത്തരം തന്ന ഞാൻ ഇനി ഉത്തരം തരില്ലേ? ഇതുവരെ നിന്നെ വഴി നടത്തിയവൻ നിന്റെ മുമ്പിൽ ഈ തടസ്സത്തെ ചിതറിച്ച് നിന്റെ അതിരുകളെ വിസ്തീകരിച്ച് വിസ്തീർണമാക്കി തരില്ലേ? പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരനോട് ഈ രാത്രിയിൽ ഈ കേട്ട എല്ലാ വചനത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ബോധ്യമായിട്ട് നിറയണം. എത്ര കാലം നമ്മൾ ഇതിനു വേണ്ടി ഈ അതിരുകൾ വിസ്തൃതമാകാൻ വേണ്ടി കാത്തിരിക്കണം നമുക്ക് അറിഞ്ഞുകൂടാ. എന്ന് ഈ ഇരുട്ട് മാറുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇരുട്ട് മാറുമെന്നറിയാം, വെളിച്ചം വരുമെന്നറിയാം. എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുവരെ പിടിച്ചു നിൽക്കാൻ നമുക്ക് ശക്തി ആവശ്യമാണ്. ആ ശക്തി നമ്മൾ ആരോട് ചോദിക്കുന്നു? ഈശോയോട് തന്നെ. സങ്കീർത്തനം 86:16 അങ്ങയുടെ ശക്തി എനിക്ക് തരണം. പറഞ്ഞേ ഹല്ലേലൂയാ. പലതിനോട് സന്തോഷം എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ ശാന്തമായിട്ട് അടയ്ക്കാം. ഈശോയെ, നീ സംസാരിച്ചതിനെ ഓർത്ത് നന്ദി പറയുക. ഞങ്ങളുടെ മാനുഷികമായ ഒരുക്കങ്ങളോ ഞങ്ങളുടെ പ്രയത്നങ്ങളോ അല്ല, അങ്ങയുടെ കൃപയാണ് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ്, കഴിഞ്ഞ മണിക്കൂറിൽ ഞങ്ങൾ കേട്ട ഓരോ വചനവും 30 60 അല്ല, 100 മേനി ഫലം ഈ സമയം മുതൽ ചൂടാൻ ആരംഭിക്കട്ടെ. ഈശോയെ, വിത്ത് വീണ് കഴിഞ്ഞു. ഞങ്ങളുടെ ദൗത്യം, ഈ ശുശ്രൂഷയുടെ ദൗത്യം അത് മാത്രമാണ്, വിത്ത് വിതയ്ക്കുക. ഈശോ, ഞങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഈ വിത്ത് ഞങ്ങൾ വിതച്ചു. അങ്ങ് അനുവദിച്ചതുകൊണ്ട് അങ്ങയുടെ ഒരു ഉപകരണമായി നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ഈ വിത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഈശോയെ, വളം കൊടുക്കുന്നത് അങ്ങാണ്, വെള്ളമൊഴിക്കുന്നത് അങ്ങാണ്, വെളിച്ചം കൊടുക്കുന്നത് അങ്ങാണ്, ആവശ്യത്തിന് ചൂട് തണലും കൊടുക്കുന്നത് അങ്ങാണ്. ഈ കേട്ട വചനം ഫലം ചൂടട്ടെ, 100 മേനി ഫലം ചൂടട്ടെ. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ മാനുഷികമായ പരിമിതികളിൽ നിന്നുകൊണ്ട് എത്ര വചനങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയെന്നോ ഇതിൻ്റെ ബോധ്യം നിറഞ്ഞുവെന്നോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. വിത്ത് വീണ് കഴിഞ്ഞു. ഫലം നൽകുന്നത്, ഫലം ചൂടുന്നത്, അതിന് കാരണമാകുന്നത് അങ്ങ് തന്നെയാണ്. പൊതിഞ്ഞു പിടിച്ച് കർത്താവെ, ആവശ്യത്തിന് തണലും ആവശ്യത്തിന് ചൂടും നൽകി ഞങ്ങളെ അങ്ങ് ചേർത്ത് പിടിക്കണമേ. ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വീണു പോകുന്നൊരു സമയത്ത് വെളിച്ചമായി പ്രത്യാശയായി ഞങ്ങൾ കേട്ട വചനം ഫലം ചൂടട്ടെ. ഈശോയെ, ഒരുപാട് സങ്കടങ്ങളിലൂടെയും വേദനയിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഈ രാത്രിയിൽ, ഈ മണിക്കൂറിൽ തന്നെ, ഈ സമയം തന്നെ കേട്ടിരിക്കുന്ന ഇടങ്ങളിൽ, ഈ ടൈം സോണുകളിൽ, ഈ സ്പേസിൽ, ഈ ടൈമിൽ കർത്താവെ അങ്ങ് തന്നെ ഇടപെടണമേ. അതിശക്തനായ രാജാവായി അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് ഇറങ്ങി വരണമേ. ഈശോയെ, എഴുതി സമർപ്പിച്ചിരിക്കുന്ന, വിളിച്ചറിയിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളിലേക്കും അങ്ങ് ഇറങ്ങണമേ. ഈശോ, ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിയോഗങ്ങളിലേക്ക് അങ്ങ് ശക്തനായ രാജാവായി ഇറങ്ങണമേ. ഞങ്ങളുടെ സമാധാനത്തിൻ്റെ രാജാവായി, ഞങ്ങളുടെ ദുരിതങ്ങളിൽ ആശ്വാസമായി, ഞങ്ങൾ തോറ്റുപോകുന്ന യുദ്ധങ്ങളിൽ വിജയം നൽകുന്ന രാജാവായി അങ്ങ് ജാഗ്രതയായി വർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മണിക്കൂറുകളിൽ അങ്ങയുടെ അഭിഷേകം അതിശക്തമായി ഞങ്ങളിലേക്ക് ചൊരിയണമേ. കരങ്ങളെ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു വലിയൊരു കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ചൊരു മനസ്സോടുകൂടി ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോ, ആരാധന.